എന്നെ മുർത്തതാക്കിയ ഖുർആനായത്തുകൾ എന്ന വിഷയത്തെ പറ്റിയിട്ട് ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് എന്നെ മുർത്തതാക്കിയ ഹദീസുകൾ എന്നതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഈ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ്. ഈ ഹദീസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വിഷയമാണ്. കാരണം മുസ്ലിങ്ങൾ തന്നെ അനവധി വിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും ഓരോ ഖുർആനാണെങ്കിലും ഹദീസുകൾ വ്യത്യസ്തമാണ്. മാത്രമല്ല ഓരോ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഹദീസുകൾ മറ്റുള്ള വിഭാഗങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഈ ഹദീസുകൾ എന്ന് പറയുന്നത് അത് ക്രോഡീകരിച്ച രീതിയും ഇവർക്ക് സുന്നികൾ അംഗീകരിക്കുന്ന റിപ്പോർട്ടർമാരെയോ അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാരെയോ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല. ഷിയാക്കൾ അംഗീകരിക്കുന്നവർ സുന്നികൾ അംഗീകരിക്കുന്നില്ല. ഷിയാക്കൾ പറയുന്നത് ഈ ഉമർ, ഉസ്മാൻ, പിന്നെ ആയിഷ ഇവരൊക്കെ വെറുക്കപ്പെട്ടവരാണെന്നാണ്, ഇവരൊക്കെ വഞ്ചകരാണെന്നാണ്, ഇവരൊന്നും മുസ്ലിം അല്ല എന്ന് വരെ അവർ പറയുന്നുണ്ട്. ഇവരൊക്കെ വഞ്ചകന്മാരാണ്, അലിയെ വഞ്ചിച്ചവരാണെന്ന് പറയുന്നത്. അവർ അലിയെ മാത്രം അംഗീകരിക്കുന്നുള്ളൂ. അലിയെയും ഫാത്തിമയും നബി കുടുംബങ്ങളെയും മാത്രം അവർ അംഗീകരിക്കുന്നുള്ളൂ. പിന്നെ അബാലികൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അവർ ഉമറിനെയും അബൂബക്കറിനെ മാത്രം അംഗീകരിക്കുന്നുള്ളൂ. ഉസ്മാനെയും അലിയെയും അവരംഗീകരിക്കുന്നില്ല. എന്നാലോ ഈ സുന്നികൾ 4 പേരെയും അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വിഭാഗങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിഭാഗങ്ങളാണ്. കുറേ മുന്നെയൊക്കെ ക്ലിപ്പുകളും ഓരോ വിശ്വാസങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം അടിയും തല്ലും ഇടിയും ഒക്കെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും പ്രമാണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരെല്ലാവരും കൂടി അംഗീകരിക്കുന്ന പ്രമാണമാണ് സഹിഹ് ഹദീസ്. കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇത് കേൾക്കാൻ സാധ്യതയുള്ളത് മലയാളികളാണ്. അതിൽ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ സിഹാഹു സിത്ത എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ബുഖാരിയും മുസ്ലിമുമാണ് അതിൻ്റെ ഏറ്റവും പ്രാമാണികമായിട്ട് കരുതപ്പെടുന്നത്. അതിൽ ഒരിക്കലും ലൈഫായ ഹദീസില്ല, സഹിഹ ഹദീസുകൾ മാത്രമേ ഉള്ളൂ, ഹസൻ പോലും ഇല്ല എന്ന് പറഞ്ഞു. ഈ സഹീഹ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രസകരമായൊരു സംഗതിയാണ്. നബി മരിച്ചിട്ട് ഏകദേശം 100-200 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ അവർ 6 തലമുറ കഴിഞ്ഞു പോയി. ഇത് തന്നെ ഇങ്ങനെ കാണാം. ഹദസന മുഹമ്മദ് ബിൻ ഹദസന അബ്ദുൽ റസാഖ് അഖ്ബറിന് സുഹരി വാല അഖ്ബറിന് ഉർവ മിസ്വർ മഹ്റമ മർബത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒരു 6 തലമുറ അവൻ്റെ പാപ്പ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവരൊക്കെയും നല്ലവരായിരുന്നു, ഇവരൊക്കെയും കളവ് പറയാത്തവരായിരുന്നു, ഇവരൊക്കെയും ഒരു കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരുപാട് കറാഹത്ത് മുസ്ലിങ്ങൾക്കറിയാം. കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു മോശം പ്രവൃത്തി, ഇസ്ലാമികപരമായിട്ടൊരു മോശം പ്രവൃത്തികൾ പോലും ചെയ്യാത്ത ഒരാളാണ് എന്നാണ്. അത് എങ്ങനെ ഇവർ തീരുമാനിച്ചതെന്ന് അറിയില്ല. ഇവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിന് മാത്രമേ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു ഫുൾ ടൈം CCTVയിലാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ CC ക്യാമറയിൽ പതിയുമെന്നാണ് അവർ പറയുന്നത്. റക്കൈബ് അതീത് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മലക്കുകൾ മുഴുവൻ എഴുതി വെക്കുകയാണ്. ഇതൊരു മനുഷ്യനായ ആൾക്ക് ഇതൊരിക്കലും സാധ്യമല്ല. അയാൾ ബാത്റൂമിൽ പോയിട്ട് സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല കളവ് പറയുന്നുണ്ടോ എന്നൊന്നും ഇവർക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇതുവരെ എങ്ങനെ തിട്ടപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്. അതും മരിച്ചുപോയ ആൾക്കാരുടെ ജീവിതമൊക്കെ അക്കാല ടൈം ട്രാവൽ ചെയ്തിട്ടാണോ ചെയ്തതെന്നും അറിയില്ല. എന്തായാലും ഇവർ പ്രമാണമായിട്ട് കരുതുന്നത് ഈ സഹീഹുൽ ബുഖാരി, ഇതിൽ 7000 ഹദീസുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ക്രമത്തിലായിരിക്കില്ല വരിക. പക്ഷേ ആ കിതാബിൽ ഓരോരോ കിതാബുകളാണ്. കിതാബിൽ ഓരോരോ ബാബുകളുണ്ട്. ആ ബാബിൽ പിന്നെയാണ് ഹദീസുകൾ വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആ കിതാബ് നോക്കി, ആ ബാബ് നോക്കി. പക്ഷേ കിതാബിൽ ഇതിൽ പറയുന്ന ഓർഡറിലായിരിക്കില്ല നിങ്ങൾ ഈ സുന്നുള്ള site.com പോയി കഴിഞ്ഞാൽ വരിക. അപ്പോൾ അത് കുറച്ച് തരേണ്ടി വരും, കുറച്ച് പാടാണ്. ഇത് സഹീഹുൽ ബുഖാരിയുടെ വേറൊരു വാള്യമാണ്. ഇത് സഹീഹ് മുസ്ലിമാണ്. ഇത് സഹീഹ് മുസ്ലിമിൽ 2 വാള്യമുണ്ട്. 7500 ഹദീസ് ഉണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ മലയാളം പരിഭാഷ വാങ്ങിച്ചതാണ്. ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ സാദിഖ് അൻവരി എന്നുള്ള ഒരാൾ വിവർത്തനം ചെയ്തതാണ്. ഇതിൽ 2600 ഹദീസുകൾ. ഒറിജിനൽ ബുഖാരിയിൽ 7000 ഹദീസുകളുണ്ടെങ്കിലും പരിഭാഷപ്പെടുത്തിയത് 2600 മാത്രം. ബാക്കി പരിഭാഷപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഖുർആൻ്റെ പൂർണ്ണമായ പരിഭാഷ ഉണ്ടെങ്കിലും ഹദീസുകളുടെ പൂർണ്ണമായ പരിഭാഷ മലയാളീകരിക്കാൻ മുസ്ലിങ്ങൾക്ക്
താല്പര്യമില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നബിയുടെ യഥാർത്ഥ സ്വഭാവം മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതൊന്നും തർജ്ജമ ചെയ്യാത്തത്. പിന്നെ ഇത് ഒറിജിനൽ ബുഖാരിയാണെന്ന് പറയുന്നത്. ഇത് റീപബ്ലിഷ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ബുക്സ് മർക്കസ് കോംപ്ലക്സ്. ഇത് കാന്തപുരത്തിൻ്റെ മർക്കസ് കോംപ്ലക്സിലുള്ള അവരുടെ വിഭാഗക്കാർ പ്രിൻ്റ് ചെയ്ത സഹീഹുൽ ബുഖാരിയാണ്. അറബിയാണ്, ഒറിജിനലാണ്. ഇതിൽ ഇവരുടെ ഷർഹ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യാഖ്യാനങ്ങളൊന്നുമില്ല. ഒറിജിനൽ പ്യുവർ ബുഖാരി മാത്രമുള്ള ഇതാണ് ഈ സംഭവം. കാരണം ഇത് എന്തുകൊണ്ടാണ് അറബിയിൽ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും അതൊന്നും ഈ മറ്റേ ജൂതന്മാരുടെ സൈറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ്, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇത് കുറച്ച് പൈസ ചിലവാക്കിയിട്ടാണെങ്കിൽ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. ഈ സുന്ന എന്ന് പറയുന്നതൊക്കെ സൗദി വെബ്സൈറ്റാണ്. പക്ഷേ സുന്ന എന്നുള്ളതിൽ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഒരു കാര്യം ഇതാക്കണം, ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ തിരയണം, ലൈബ്രറിയിൽ പോകണം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. സുന്ന.com പോവുക, സഫിയ എന്ന് അടിക്കുക, അല്ലെങ്കിൽ ഖൈബർ എന്ന് അടിക്കുക. അപ്പോൾ സഫിയെ പറ്റിയിട്ടുള്ള ആയത്തും ഹദീസുകൾ മൊത്തം വരും, ഖൈബറിനെ പറ്റിയിട്ടുള്ള ഹദീസുകൾ മൊത്തം വരും. പിന്നെ ഇനി ഔത്തസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഔത്തസിനെ പറ്റിയിട്ട്, ബനു മുസലിഖ് എന്ന് അടിച്ച ബനു മുസലിഖിനെ പറ്റിയിട്ട്, ബനു നളീർ എന്ന് അടിച്ച ബനു ഖുറൈസ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ വരും. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് സഫിയ എന്നുള്ള നബി ഭാര്യയും നബിയുമായിട്ടുള്ള കല്യാണം എങ്ങനെ നടന്നു എന്ന് നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. ഇനി വേറൊരു ഹദീസ് നോക്കാം. സുമ്മ ഖദ്ദിംന ഖൈബർ, ഞങ്ങളങ്ങനെ ഖൈബറിലോട്ട് പോയി. ഫലമ്മ ഫതഹല്ലാഹു അലൈഹ, അങ്ങനെ ഖൈബറിൽ വിജയം ലഭിക്കുകയും അലൈഹിൽ ഹസ്ന ദുക്കിറ ലഹു ജമാലു സഫിയ, സഫിയയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് നബിയോട് പറയുകയും വഖദ് ഖുത്ല സൗജുഹ വകാന തറൂസൻ, വധുവായിരിക്കെ വരൻ മരണപ്പെട്ട സ്ത്രീയാണ് ഈ സഫിയ. ഫസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഈ സ്ത്രീയെ പ്രവാചകൻ സ്വന്തമാക്കുകയാണ്. ഫഖറജ ബിഹ ഹത്ത ബലഗന സിദ്ദത്ത് സഹാബ, അങ്ങനെ സിദ്ദത്ത് സഹാബ എന്നുള്ള സ്ഥലത്ത് എത്തുകയും പോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഫബന ബിഹ, അവളുമായിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവളുമായിട്ട് ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ കാമപൂർത്തീകരണം നടത്തുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ ഒരു യുദ്ധ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ 4.5 മാസമാണ് യുദ്ധ കാലാവധി. പക്ഷെ അടിമകൾക്ക് ഒരു മെൻസസ് ക്ലീനായാൽ മതി അത്രേ. അതെന്താ, അടിമകൾക്ക് അവകാശങ്ങളൊന്നുമില്ലേ? മുട്ടി നിൽക്കുകയാണോ? അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് സഫിയ മെൻസസിൽ നിന്ന് ക്ലിയർ ആവുകയും സഫിയയുമായിട്ട് ഒന്നിച്ച് കൂടുകയും ചെയ്തു എന്നാണ് മറ്റ് ഹദീസുകളൊക്കെ പറയുന്നത്. ഇത് മറ്റൊരു ഹദീസ്. ബാബുൽ ബിനാഇ ഫി സഫർ. അഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഖൈബരി വൽ മദീന സലാസ യുബ്ന അലൈഹി ബിസഫിയത്ത് ബിൻത് ഹുയൈ. മദീനക്കും ഖൈബറിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് സഫിയയുമായിട്ട് 3 ദിവസം ഒന്നിച്ച് താമസിച്ചു. ഫഖാലൽ മുസ്ലിമൂന ഇഹ്ദ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഔ മിമ്മ മലക്കത്ത് യമീനുഹു. അങ്ങനെ 3 ദിവസം ഒന്നിച്ച് താമസിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങൾക്കൊരു സംശയം, സഫിയ നബിയുടെ ഭാര്യയാണോ അല്ലെങ്കിൽ അടിമയാണോ എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു, ഫഖാലു ഇൻ ഹജബ്ഹ ഫഹിയ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, പർദ്ദ ധരിക്കുകയാണെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. വൈലം യുഹ്ജിബ്ഹ ഫഹിയ മിമ്മ മലക്കത്ത് യമീനുഹു, പർദ്ദ ധരിക്കുന്നില്ലെങ്കിൽ അടിമയായിരിക്കുമെന്നാണ്. ഫലമർത്തഹല ഒത്തല്ലാലഹു കൽബു മദൽ ഹിജാബു മുബൈനാസ്. അങ്ങനെ വെളിയിലിറങ്ങി യാത്ര ധരിക്കുമ്പോൾ സഫിയ പർദ്ദ ധരിച്ചിരുന്നു. അങ്ങനെ നബിയുടെ ഭാര്യയിൽപ്പെട്ട ആളാണെന്ന് സഹാബാക്കളെ മനസ്സിലാക്കണം. സിഗ്നലുകളാണ്. അപ്പോൾ അടിമക്ക് സുരക്ഷ ആവശ്യമില്ല, പർദ്ദ ആവശ്യമില്ല. ഭാര്യയ്ക്ക് പർദ്ദ ആവശ്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്വാർത്ഥതയാണെന്നാണ്. തന്നെപ്പോലെ മറ്റുള്ളവർക്ക് തൻ്റെ ഭാര്യമാരെ കണ്ടു കഴിഞ്ഞാൽ കാമം തോന്നുമോ, കെട്ടാൻ തോന്നുമോ എന്നൊക്കെ ഭയമുള്ളത് കൊണ്ടായിരിക്കും ഭാര്യമാരെ പർദ്ദ ധരിപ്പിച്ചത്. കാരണം 33:52 പറയുന്നുണ്ട്, നിനക്കിനി എല്ലാ യഹിലൊക്കെ നിസ മിമ്പാത് ഓല ആയജബക്കൻ ഹുസ്നുഹുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അതായത് സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടിട്ട് നീ മയങ്ങിയാലും നിനക്കിനി കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നബിക്ക് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സുന്ദരിയ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കല്യാണം കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നബിയുടെ സ്വഭാവത്തിന് സ്വയം കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത് നബിയുടെ ഭാര്യമാരോട്. അടിമകൾ പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാലോ. അതുകൊണ്ടായിരിക്കും അവരോട് പർദ്ദ ധരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വിൽക്കപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടാവും.
അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടിമ സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമാക്കാതിരുന്നത്. ഇനി മറ്റൊരു ഹദീസ് നോക്കാം. ഇത് ബുഖാരിയിലെ 584 എന്നുള്ള സഹീഹ് മുസ്ലിമിലെ 584 എന്നുള്ള പേജിലുള്ളതാണ്. 3500 ഹദീസ്. വഖഅത്ത് ഫീ സഹ്മി ദഹിയത്തിൻ ജാരിയത്തിൻ ജമീല. ദിഹിയുടെ കയ്യിൽ സുന്ദരിയായ ഒരു സ്ത്രീ പെട്ട് ഫസ്തറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിച്ചു. വിസബത്ത് അറൂഷ്, 7 അടിമകളെ കൊടുത്തിട്ട് സഫിയെ പ്രവാചകൻ വാങ്ങിക്കുകയാണ്. 7 അടിമകളെ കൊടുത്തിട്ട് സുന്ദരിയായ സഫിയെ വാങ്ങിച്ചു എന്ന് മുസ്ലിമിലെ ഹദീസുകൾ പറയുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ ഈ ഹദീസ് ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, പ്രവാചകൻ ഒരു കല്യാണം കഴിച്ചത് അടിമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിധവാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ വിരുദ്ധമാണ്. പ്രവാചകൻ ഒരു കാമഭ്രാന്തനായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസും തെളിയിക്കുന്നത്. കാരണം സുന്ദരിയായ സ്ത്രീകളെ കണ്ടപ്പോൾ 7 അടിമ സ്ത്രീകളെ കൊടുത്തിട്ട് പ്രവാചകൻ സഫിയെ വാങ്ങിക്കുകയാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നുകിൽ നബിയെ മോശക്കാരനാക്കാൻ വേണ്ടി രചിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ നബി ഒരു മോശക്കാരനാണ് എന്നാണ് ഇതുകൊണ്ടൊക്കെ തെളിയിക്കുന്നത്. ഇതൊക്കെയാണ് വളരെ ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിസ്കാരവും ഇസ്ലാമിക കർമ്മങ്ങളൊന്നുമില്ല. ഇതൊക്കെയും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു രസവഹമായ ഒരു സംഗതിയാണ്. ഖുർആനിനും ഹദീസിനും എതിരായ സീറകളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് സഫിയോട് അവളുടെ നാടിലേക്ക് പോകാൻ പറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പറയാൻ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ദിഹിയുടെ കയ്യിലകപ്പെട്ട ഒരു സ്ത്രീയെ 7 അടിമകളെ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം എന്താണ്? ഇനി ഈ 7 അടിമകൾക്ക് തിരിച്ചു പോകാൻ അവകാശമില്ലേ? അവരെന്താ മോശക്കാരാണോ? പിന്നെ എന്തിനാണ് അടിമകളാക്കുന്നത്? ഔത്തസിലൊക്കെ കണ്ടില്ലേ, എന്തിനാണ് പിന്നെ അവരെ ഭോഗിക്കുന്നത്? ഭോഗിക്കുമ്പോൾ വെള്ളം പുറത്തു വിടാൻ പാടുണ്ടോ ഇല്ലെന്നൊക്കെ ചോദിക്കേണ്ട കാര്യം? ഇതൊക്കെ അള്ളാഹു അനുവദിച്ചതല്ലേ. ഇന്ന അഹ്ലൽനാല ഗസ്വാജക്കലാത്ത ഉജൂറഹുന്ന ഉമ്മാ മലക് ദമീനൊക്കെ മിമ്മാ അഫാ അള്ളാഹു അലൈക്ക്. നിനക്ക് യുദ്ധത്തിലൂടെ നേടിത്തുന്ന സ്ത്രീകളെ നിനക്ക് അനുവദനീയമാണ് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് നബി തിരിച്ചേക്കേണ്ട കാര്യം? അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവിടെയുള്ള സുന്ദരികളായ സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ എങ്ങോട്ട് പോകാനാണ് പറയുന്നത്? എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇനി അടുത്ത ഹദീസ് നോക്കാം. 37-21. ഇതിൽ കാനത്ത് ഖൗല ബിൻത് ഹക്കീം മിനല്ലാ ഈ വഹബന അൻഫുസന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് ശരീരം ദാനം ചെയ്ത സ്ത്രീകളിൽ ഒരാളായിരുന്നു ഖൗല ബിൻത് ഹക്കീം. ഫഖാൽ ആയിഷ അപ്പോൾ പറഞ്ഞു, അമ്മാ തസ്സഹിൽ തന്തഹബ നഫ്സഹ റജുലി. ഒരു പുരുഷന് ശരീരം സമർപ്പിക്കാൻ സ്ത്രീകൾക്ക് നാണം ആവുന്നില്ലേ എന്ന് ചോദിച്ചു. കല്യാണം കഴിക്കാൻ നാണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് വേറെ എന്തോ പരിപാടി ആയതുകൊണ്ടാണ് ആയിഷ സ്ത്രീകൾക്ക് നാണമാകുന്നില്ല എന്ന് ചോദിക്കുന്നത്. കല്യാണം കഴിക്കാൻ ആർക്കെങ്കിലും നാണമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ശരീരം സമർപ്പിക്കുക എന്ന് പറയുന്നത് വ്യഭിചാരമായിരിക്കും, കല്യാണത്തിന് അപ്പുറത്തായിരിക്കും. കാരണം 33-50 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ ആദ്യമേ ഇന്ന അഹ്ലൽനാലക അസ്വാജക്കല്ലാത്ത യാതൊരുഹുന്ന പ്രതിഫലം കൊടുത്തിണകൾ, പിന്നെ അടിമകൾ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതും പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ അംബ്രഹത്തൻ മുമീനത്തൻ ഇൻവഹബദ് നഫ്സാലിൻ നബീൻ ആറാദന പേസ്തങ്കിഹ. ഏതെങ്കിലും ഒരു സ്ത്രീ നബിക്ക് ശരീരം സമർപ്പിക്കുകയും നബിക്ക് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവളുമായിട്ട് ലൈംഗിക ബന്ധം അനുവദനീയമാണ്. ഖാലിസത്തലക്ക്, നബിക്ക് മാത്രമായിട്ടുള്ളൊരു സംഭവമാണിതാണ് പറയുന്നത്. അപ്പോൾ നബിക്ക് മാത്രമായിട്ടുള്ളൊരു സംഭവം, കല്യാണം നബിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ നബിക്ക് മാത്രമായിട്ട് പ്രത്യേക ഇളവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെന്തൊരു പരിപാടിയാണത്. വഹബത്ത് നഫ്സ, ശരീരം സമർപ്പിക്കുക എന്നാണ് പറയുന്നത്, ശരീരം ദാനം ചെയ്യുക എന്നാണ് പറയുന്നത്. ആയിഷ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് നാണമാകുന്നില്ലേ എന്ന്. ഫലമാനതിരത്തപ്പോൾ ആയത്തിറങ്ങി തുർജിമന്തശാമിനുഹുന്ന, നിനക്ക് ഇഷ്ടമുള്ള ഭാര്യമാരെ നിനക്ക് നിർത്താൻ, ഇഷ്ടമുള്ളവർ ഒഴിവാക്കി വിടാം. കാരണം നബിയുടെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പറ്റില്ല. നബി ആരൊക്കെ കല്യാണം കഴിക്കണം, ആരുമായിട്ടൊക്കെ ലൈംഗിക ബന്ധം പുലർത്തണമെന്നൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആയത്തിറങ്ങും, എനിക്കിഷ്ടമുള്ളവരെ നിർത്താൻ, ഇല്ലാത്തവരെ ഒഴിവാക്കി വിടാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭീഷണി ഉള്ള ഡൈവോഴ്സ് ഭീഷണിയുമായിട്ടുള്ള ആയത്തുകൾ അള്ളാഹു ഇറക്കുകയാണ്. അത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഇറക്കുകയാണ്. അപ്പോൾ ആയിഷ പറഞ്ഞു, മാറാർ റബ്ബക്ക ഇല്ലാ യുസാരിഫി ഹവാക്ക. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ഇച്ഛകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വളരെ ധൃതിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ആയിഷയ്ക്ക് മനസ്സിലായി ആയത്ത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. കാരണം നബിയുടെ ഇച്ഛകൾ
നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ നബിയുടെ കാമഭ്രാന്ത് നടപ്പിലാക്കാൻ ധൃതിപ്പെടുന്ന ഒരു ദൈവം ആരുടെ ദൈവമാണെന്ന് ആയിഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പിൽക്കാലത്ത് അലിക്കെതിരൊക്കെ യുദ്ധം ചെയ്ത ഒരു സ്ത്രീയും കൂടിയാണ് ഈ ആയിഷ. പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്. നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വയം വിവാഹത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ സ്വയം വിവാഹം നടത്തുന്ന, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ വിവാഹം നടത്തുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണ് എന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുരുഷനായ വലിയ രക്ഷകർത്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു സ്ത്രീക്ക് സ്വയം കല്യാണം നടത്താൻ പറ്റില്ല. അവളെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കണം. അവളെ പോത്ത് കച്ചവടമാക്കുന്ന പോലെ ആരെങ്കിലും കച്ചവടമാക്കിയിട്ട് അങ്ക് എത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കച്ചവടമാക്കി കൊടുക്കുന്നതാണ് പതിവ്. അപ്പോൾ സ്വയം ഒരു സ്ത്രീ കല്യാണത്തിൽ, വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ ആ സ്ത്രീ വ്യഭിചാരിയാണ് എന്നാണ് പറയുന്നത്. ഈ ഹദീസിലൂടെ സ്വയം പറയുന്നത് ഇതൊരു പ്രവാചകൻ ഖൗല ബിൻത് ഹാക്കിം എന്നുള്ള സ്ത്രീയുമായിട്ട് വ്യഭിചരിച്ചിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇതിലൂടെ പറയുന്നത്. ഇനി മറ്റൊരു ഹദീസ് നോക്കാം. 759 ബാബു ഫളി ഗസ്വ ബിൽ ബഹർ എന്നുള്ള ഭാഗത്ത് പറയുകയാണ്, വാക്കാനത്ത് ഉമ്മു ഹറാമ തഹ്ത ഉബാദത്തിന് സാമിത്ത്, ഉബാദയുടെ ഭാര്യയായ ഉമ്മു ഹറാമിയുടെ വീട്ടിൽ ഫദഖല അലിഹ, അവളിൽ പ്രവേശിച്ചു. വസല്ലമ യൗമൻ, ദിവസവും ഉമ്മു ഹറാമിയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ഫത്തംതുഹു, എന്ത് ചെയ്യും, ഉമ്മു ഹറാമി എന്ത് ചെയ്യും, നബിയെ തീറ്റിക്കും, ഭക്ഷണം കൊടുക്കും. ജലസത്ത് തഫ്ലി റസഹു, എന്നിട്ട് ഇരുന്നിട്ട് നബിയെ മടിയിൽ കിടത്തി പേന് നോക്കും. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങും എന്നാണ് പറയുന്നത്. ഈ സ്ത്രീ, ഉമ്മു ഹറാമി എന്നുള്ള സ്ത്രീ ഉമ്മു സുലൈമിൻ്റെ സഹോദരിയാണ്. അതായത് ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ അനസിൻ്റെ ഉമ്മയാണ്. അനസ് എന്ന് പറഞ്ഞാൽ അൻസാരിയ സ്ത്രീയാണ്. ഉമ്മു സുലൈം അൻസാരിയാണ്, ഉമ്മു ഹറാമിയും അൻസാരിയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ 600 വർഷം കഴിഞ്ഞിട്ട് ജനിച്ച ഇമാം നവവി ഹദീസിനെ ന്യായീകരിക്കുന്നത്? ഉമ്മു ഹറാമി നബിയുടെ ഒരു ഊഹം പറയുകയാണ്. നബിയുടെ മുലകുടി ബന്ധത്തിലുള്ളതോ അല്ലെങ്കിൽ വേറെ വല്ല തരത്തിലുള്ള അമ്മായിയോ അല്ലെങ്കിൽ മാതൃസഹോദരിയോ പിതൃസഹോദരിയോ ഒക്കെയാണ് എന്നാണ് ഇമാം നവവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് തന്നെ ഉറപ്പില്ല, അയാളൊരു ഊഹം പറയുകയാണ്. കാരണം ഇങ്ങനെ നബി ഒരാളുടെ വീട്ടിൽ, ഒരു സ്ത്രീയുടെ വീട്ടിൽ പോവുകയും ആ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഈ ഉമ്മു സുലൈമിൻ്റെ വീട്ടിലും നബി ഉറങ്ങിയിരുന്നു. നബി ഉറങ്ങിയപ്പോഴാണ് നബിയുടെ ശരീരത്തിൽ നിന്നും ഈ ഉമ്മു സുലൈം ഈ വിയർപ്പുകൾ ഉറ്റി വീഴുമ്പോൾ ഉമ്മു സുലൈം അത് എടുത്തിരുന്നുവെന്നും ഒക്കെയുള്ള ഹദീസുണ്ട്. ആ ഹദീസ് വെച്ചിട്ടാണ് ഈ കാന്തപുരം ഈ മുടിയുടെ ബർക്കത്ത് മുടി വെക്കുന്നതൊക്കെ ആ ഹദീസ് വിവരിച്ചുകൊണ്ടാണ്. മുസ്ലിം നബിയുടെ ആരാണ്? മുസ്ലിമിൻ്റെ വീട്ടിൽ പോയിട്ട് നബിക്ക് കിടന്നുറങ്ങേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് അവിടെ തന്നെ അവശേഷിക്കും. നബിക്ക് എന്തും ആവാമെന്നാണോ ഇവർ പറയുന്നത്? പിന്നെ ഈ സ്ത്രീ മരിക്കുന്നത് ഉമ്മു ഹറാമിൻ വിദ്മുൽഹൻ ബഹരി ഫി സമനി മുആവിയയുടെ കാലഘട്ടത്തിൽ നാവിക യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീയും കൂടിയാണ് ഈ ഉമ്മു ഹറാമി. അതായത് നബിയുടെ മരണശേഷം ഖലീഫമാർ ഭരിച്ചു. അവർ 30 വർഷത്തെ ഭരണകാലാവധി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മുആവിയയുടെ കാലഘട്ടം വരുന്നത്. അപ്പോൾ നബിയുടെ മരണശേഷം 30 വർഷം കഴിഞ്ഞിട്ടും നല്ല ആരോഗ്യവതിയായ യുദ്ധത്തിൽ, നാവിക യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് നബിയുടെ മാതൃസഹോദരിയോ പിതൃസഹോദരിയോ ആവുന്നത്? നബി മക്കയിൽ ജനിച്ച ആളാണ്. അപ്പോൾ പിന്നെ ഏത് വിധത്തിലാണ്? പിന്നെ ഒരിക്കലും ഈ ഹദീസുകളിലൊന്നും ആ ഒരു ഇത് പറയുന്നില്ല. ഉസാമ ബിൻത് സാമിത്തിൻ്റെ ഭാര്യയാണെന്ന് വരെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാലും ഇത് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക്കുമാണ്. അവിടെ ഒരിക്കലും നബിയും ഉമ്മു ഹറാമിയും തമ്മിലുള്ള ബന്ധം പറയുന്നേ ഇല്ല. നബിയും അനസും തമ്മിൽ ഒരുവിധ ബന്ധങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ഈ ഹദീസ് ബുഖാരിയിലുമുണ്ട്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇനി നമുക്ക് മറ്റൊരു ഹദീസും കൂടി നോക്കാം. കിതാബു തലാഖ് 4753. ഈ ഹദീസിനെ ഇവർ വിസ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിക്കാർ ഒരു സ്റ്റേജ് കെട്ടിയിട്ടൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഹദീസ് ഒന്നും കൂടി നോക്കാം. നബിയും നബിയുടെ
കൂടെയുള്ള ആൾക്കാരും ഒരു ഷൗത്ത് എന്നുള്ള തോട്ടത്തിലോട്ട് പോവുകയും അവിടെ കൂട്ടുകാരെ അവിടെ ഇരുത്തി ഉമയ്യ ബിൻത് ഷറാഹിലിനെ ആ തോട്ടത്തിനകത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ട് നബി കാണുകയും അവളുടെ അടുത്ത് പ്രവേശിക്കുകയും ചെയ്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഹബി നഫ്സക്കലി, നിൻ്റെ ശരീരം എനിക്ക് ദാനം തരൂ എന്ന് പറഞ്ഞു. വക്കാലത്ത്, അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, വഹൽ തഹബൽ മലിക്കത്ത് നഫ്സഹാലി സൂക്ക, ഒരു രാജാത്തി, ഒരു കൂലിക്കാരന്, ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് തൻ്റെ ശരീരം ദാനം കൊടുക്കുക എന്ന് ചോദിച്ചു. കാല ഫഹ്വ ബിയദിഹി യദഹു അലൈഹി തസ്കുൻ, അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ദേഹത്ത് കൈവച്ചു. ഫക്കാലത്ത് ഔദു ബില്ലാഹി മിൻക്, അപ്പോൾ അവൾ പറഞ്ഞു, ഔദു ബില്ലാഹി മിൻക്, ഞാൻ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഔദു ബില്ലാഹി മിൻ ഷൈത്താനി റജീം എന്നാണ് പറയുന്നത്. ഷെയ്ത്താനിൽ നിന്നും രക്ഷ തരുമെന്നാണ്. ഇത് ലോകത്തെ പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ ദൂതനിൽ നിന്നും ഒരു സ്ത്രീ രക്ഷ ചോദിക്കണം അള്ളാഹുവിനോട്. ഫക്കാല കദുത്തു ബിമാദ, അപ്പം നബി പറഞ്ഞു, നീ ആരോടാണ് അഭയം ചോദിച്ചത്? അഭയം തന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവാണ് അഭയം കൊടുക്കേണ്ടത്. ഇവിടെ അള്ളാഹു ആരാണെന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യമാകുന്നുണ്ട്. ഇവിടെ ചിലരൊക്കെ പറയും നബി കാണിച്ചത് ഒരു മാന്യതയല്ലേ, ബലാത്സംഗം. ഒരു നേതാവാകുമ്പോൾ, ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സമൂഹത്തിലെ നേതാവാകുമ്പോൾ ആ സമൂഹത്തിൽ ഇയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാന്യത അവരുടെ മുന്നിൽ കളഞ്ഞു കുളിക്കേണ്ടതൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വെറുതെ വിടുന്നത്. എന്നാലും ഒരു സ്ത്രീയെ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ സ്ത്രീയുടെ ദേഹത്തും കൈവെക്കുക, ശരീരം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയിൽ നിന്നും മുസ്ലിങ്ങളൊന്നും അങ്ങനെയുള്ളൊരു സ്വഭാവം പ്രതീക്ഷിക്കുന്നില്ല. തുമ്മ ഖറജന അലൈന, എന്നിട്ട് എന്ത് ചെയ്തു, നബിയുടെ അനുയായികളുടെ അടുത്ത് പോവുകയും എന്നിട്ട് പറഞ്ഞു, അവൾക്ക് 2 ലിനൻ വസ്ത്രങ്ങൾ കൊടുക്കുകയും വൽഹിഖ ബിഅഹ്ലിഹ, അവളുടെ കുടുംബത്തിലോട്ട് അവളെ അയക്കും എന്ന് പറയുകയും ചെയ്തു. പ്രസംഗത്തിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊരു ഡൈവോഴ്സാണ്, നോമാൻ എന്നുള്ള ആൾ ഉമയ്യമ്മയെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഉമയ്യമ്മയുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അവരോടൊന്നും നബി ശരീരം ആവശ്യപ്പെട്ട ചരിത്രം നമുക്കിവിടെയും കാണാൻ സാധിക്കില്ല. ഒരു തോട്ടത്തിൽ അനുയായികളെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെയുള്ള റൂമിൽ പ്രവേശിക്കുകയും എന്നിട്ട് ആ സ്ത്രീയോട് ശരീരം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് കല്യാണമാകുന്നത്? നമ്മളൊക്കെ ഇതൊക്കെ ഫാം ഹൗസ് അല്ലെങ്കിൽ ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ ഇത് സമീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവളുടെ വീട്ടിലോട്ട് അയക്കാൻ പറയുകയാണ്. ഇവിടെ വേറൊരു സംഭവം ഇവർ പറയുന്നത് നുഅ്മാൻ ബിൻത് ഷറാഹിലിൻ്റെ റൂമാണെന്നാണ്. ഇപ്പം ഞാൻ ഒരു ലോഡ്ജിൽ പോയിട്ട് റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ കയറുമ്പോൾ നമ്മൾ പറയും അത് ഖാദറിൻ്റെ റൂം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണത് പറയും. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം. നബി ഉമയ്യമ്മയെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി, എന്നിട്ട് ആ സ്ഥലത്ത് അവിടെ നിൽക്കുമ്പോൾ ആ ഉമയ്യമ്മയുടെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ് നബി. അങ്ങനെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഉമയ്യമ്മയുടെ വീടാണെങ്കിൽ കയറി ചെന്ന നബി ഇറങ്ങിപ്പോരുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഉമയ്യമ്മയെ അവളുടെ കുടുംബത്തിലോട്ട് അയക്കേണ്ട, അഹ്ലിലോട്ട് അയക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അത് അഹ്ലിലോട്ട് അയക്കാൻ അനുയായികളോട് പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല എന്നുള്ളത് ഈ ഹദീസിലൂടെ വ്യക്തമാണ്. ഇവിടെ ഇവർ കൊണ്ടുവരുന്ന വേറൊരു ഹദീസാണ്, ഇതിന് തൊട്ട് മുന്നുള്ള ഹദീസാണ് കൊണ്ടുവരുന്നത്. അതിൽ പറയുന്നു, ഖാല സഅൽതു സുഹരി, ഞങ്ങൾ സുഹരിയോട് ചോദിച്ചു, അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് നബിയുടെ ഭാര്യയാണ് നബിയിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടിയത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഔസായിയും സുഹരിയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ പറയുന്നത്. ഇത് നേരിട്ട് കണ്ട ആയിഷയുടെ വാക്കുകൾ എന്താണ്? ആയിഷയുടെ വാക്കുകളിൽ ഇബ്നത്തുൽ ജൗനിൻ്റെ മകളാണ്. ജൗനിൻ്റെ ലമ്മാ ദഖല അലൈഹി വസല്ലം ദനാ മിൻഹാ ഖാല ഔദു ബില്ലാഹി മിൻക്, ജൗനിൻ്റെ മകളാണ് ഔദു ബില്ലാഹി മിൻക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബിന്ത് ജൗന് ഗോത്രക്കാരിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആയിഷ ഒരിക്കലും അത് ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന, ഇതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളിലാണ് ഔസായിയും സുഹരിയും ഏത് ഭാര്യയുടെയെന്ന് പറയുന്നത്. നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷിയായിട്ടുള്ള ഉസൈദോ ആയിഷയോ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ആ റൂമിൻ്റെ അകത്ത് കയറ്റിയിട്ട് ദേഹത്ത് കൈവെക്കുക, അപ്പോൾ അവൾ
എന്താണ് അതിനെ എതിർക്കുക, ഇതൊക്കെയാണോ കല്യാണം? എന്നിട്ടും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ നമ്മൾ നേരെ ഇതേ ബുഖാരിയിലെ കിതാബുൽ അഷ്റബിയ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അവിടെ നമുക്ക് ഹദീസ് വായിക്കാം. ഖാല ദുക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തൻ മിനൽ അറബ് സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീകളെ പറ്റിയിട്ട് നബിയോട് പറയുകയും ഫഅമറ അബൂ ഉസൈദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുർസല അലൈഹ, അങ്ങനെ തൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ അയക്കാൻ നബി കൽപ്പിക്കുകയും ചെയ്തു, ഉസൈദിനോട് പറയുകയും ചെയ്തു. ഇതെന്ത് കല്യാണമാണ്? ഒരു സ്ത്രീയെ പറ്റിയിട്ട് നബി പറയും എന്നാൽ എൻ്റെ അടുത്ത് അയക്ക് എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് കല്യാണം? ഇതൊക്കെ നമ്മുടെ അടുത്ത് നല്ലൊരു സ്ത്രീ ഉണ്ട്, അപ്പോൾ പറയാൻ എൻ്റെ അടുത്ത് അയക്ക് എന്ന് പറയും. ആ ഒരു രീതിയാണ്, ടോണാണ് ഇവിടെ മനസ്സിലാകുന്നത്. ആ ഒരു രീതി നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഫഖദിമത്ത് ഫനസലത്ത് ഫി ഉജുമി ബനി സദ്, അങ്ങനെ ബനി സഹാദയിലെ അരമനയിൽ പ്രവേശിപ്പിക്കുക അവളെ കൊണ്ടുവന്നു. ഫഖറജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജാഅഹ വ ദഖല അലൈഹ, അങ്ങനെ അവളുടെ അടുത്തേക്ക് പോവുകയും ഇമ്രത മുനക്കസറ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. വലമ്മ കലമനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും വസല്ലം വകാലത്ത് ഔദു ബില്ലാഹി മിൻക്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിന്നിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു നബിയോട്. ഫക്കാല കഥ മിന്നി, അത് മുമ്പുള്ള ഹദീസിൽ പറയുന്ന പോലെ ഓക്കെ നിനക്ക് കാവലിന് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫക്കാലുല്ല ഹാ തുദ്രീന ഹാദ, എന്നിട്ട് നബി പോവുകയും ചെയ്തു. അതിൻ്റെ നബി പോയതിനു ശേഷം ആ സ്ത്രീയോട് ചോദിച്ചു ആ പോയതാരാന്ന് അറിയുമെന്ന് ചോദിച്ചു. കാലത്തില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കാല ഹാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ജാ വന്നു ലിയഖ്തുബുക്കി, നിന്നെ കല്യാണം ആലോചിക്കാൻ വന്നു. അപ്പം നേരത്തെ അവിടെ ഇവർ ന്യായീകരിച്ച സകലതും പോയി. ഇവർ പറഞ്ഞ ആദ്യ രാത്രിയാണെന്നാണ്. എന്നിട്ട് ഇവർ എവിടെയും കേൾക്കാത്ത പ്രമാണമല്ലാത്ത സീറയൊക്കെ കൊണ്ടുവന്നിട്ട് തള്ളാൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെ എല്ലാം അങ്ങ് ഇല്ലാതാക്കുകയാണ്. ലിയഖ്തുബുക്കി, കല്യാണം ആലോചിക്കാനാണ് വന്നത് എന്ന് പറയുന്നു. കാലത്ത് കുന്തു അനാഷ്കാ മിൻ ദാലിക്, അപ്പം സ്ത്രീ പറയുന്നു ഓഫ് ഞാനെന്തൊരു ഹതഭാഗ്യയാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു കല്യാണ ആലോചനയും കല്യാണമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു വഴിയെ കണ്ടവനോടൊക്കെ ഒരു അറിയാത്ത ആൾക്കാർ ഒരാളെ എന്നെ പറ്റിയിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ പരിചയപ്പെടുത്താതെ ദേഹം ചോദിക്കുന്ന ശരീരം ചോദിക്കുന്ന പരിപാടി എന്ത് കല്യാണമാണ്, എന്ത് കല്യാണ ആലോചനയാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇതേ ഹദീസ് കിതാബുൽ അഷ്റബിയ എന്നുള്ള മുസ്ലിമിലെ സ്ഥലത്തും ഇതേ ഹദീസ് അവിടെ വിവരിക്കുന്നുണ്ട്. ഫാർസൽ അലിഹ ഫഖദിമത്ത് ഫനദലത്ത് ഫി ഉജുമി ജാഅഹ വദഖല അലിഹ വൈദ മൃദുമുനക്കസറഹ ഫകല്ലമഹ ഖാല അഊദു ബില്ലാഹി മിൻക് ഖദ ഔദുക മിന്നി എന്നുള്ള ഭാഗത്ത് ഇവിടെയും പറയുന്നുണ്ട്. ഇപ്പം എന്ത് മനസ്സിലായി? നിങ്ങൾ ആദ്യം പറയുന്നു കല്യാണം കഴിച്ചിട്ടില്ല, ആദ്യ രാത്രിയാണെന്ന്. ആദ്യ രാത്രിയാണെങ്കിൽ ഇവിടെ ഈ ഹദീസിൽ യഖ്തുബിക്ക് കല്യാണം ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇനി കല്യാണ ആലോചനയാണെങ്കിൽ ആ സ്ത്രീയുടെ കല്യാണ ആലോചന സമയത്ത് സ്ത്രീയോട് ശരീരം ആവശ്യപ്പെടുന്നത് എന്ത് മാന്യതയാണ്, എന്ത് രീതിയാണ്, എന്ത് കല്യാണമാണ്? എന്നിട്ട് ദേഹത്ത് കൈവെക്കുന്നത് എന്ത് രീതിയാണ്? അതും ഒരു തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് എന്ത് രീതിയാണ്? ഔദു ബില്ലാഹി മിൻക് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നത് ഏത് കോലത്തിലാണ്? വേറെ സംഭവം. ഇതൊക്കെയാണ് ഹദീസ് റിപ്പോർട്ടിങ്ങിൻ്റെ രീതി. പല സ്ഥലത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ക്രോഡീകരിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു നിജസ്ഥിതി കണ്ടുപിടിക്കാൻ. ഇതാണ് ഹദീസുകളുടെ അവസ്ഥ. കല്യാണം ആലോചിക്കാൻ വരുന്നവരാരാണെന്ന് അറിയുന്നില്ല. തന്നെ കയറി പിടിക്കാൻ വരുന്നവൻ്റെ അഡ്രസ്സ് അറിയുന്നില്ല. വല്ലാത്ത കല്യാണമാണ്. ഇങ്ങനത്തെ കല്യാണമൊക്കെ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ പിതൃത്വമൊക്കെ സംശയത്തിന് നിഴലിലായി പോകും എന്നുള്ളതാണ് വേറൊരു രസവഹമായൊരു കാര്യം. വേറൊരു ഹദീസ് നോക്കാം. ബാബിദ ജമ ആദമൻ ദാറാല നിസാഹി ബി ഉസ്ലി വാഹിദ്, ഭാര്യമാരുടെ വീടുകൾ സന്ദർശിച്ചിട്ട് ഒറ്റ കുളിയിൽ ഒതുക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം കുളിക്കുന്നത് ജനാബത്ത് കുളിയാണ്. ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെക്സ് ചെയ്തതിന് ശേഷമുള്ള നിർബന്ധമാകുന്ന കുളിയാണ് ജനാബത്ത് കുളി. അപ്പോൾ വീടുകളിൽ വെറുതെ സന്ദർശിച്ചതല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഹദസ്ന അനസ് ബിൻ മാലിക് പറയുന്നു
ഇത് 260 ഹദീസാണ്. കാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദുറു അൽ നിസാഇ ഫി സഅത്തി വാഹിദ് മിനൽ ലൈൽ വന്നഹാർ. അങ്ങനെ രാത്രിയും പകലുമായിട്ട് നബി ഭാര്യമാരെ സന്ദർശിക്കാറുണ്ടായിരുന്നു, ഭാര്യ വീടുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. വഹുന്ന 11, 11 ഭാര്യമാരുണ്ടായിരുന്നു. കാല കുൽത്തുലി അനസ് കാനുദ്ദു, അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുമെന്ന് അനസിനോട് ചോദിച്ചപ്പോൾ കാല കുന്നാനസാന് ഒന്നെ ഊത്തിയ കുബത്തിനിൽ സലാസീൻ, 30 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനുള്ള ശക്തി നബിക്കുണ്ട് എന്നാണ് അനസ് പറഞ്ഞത്. കാല സയ്യിദിന് അനകഥ അനസിന് അപ്പോൾ തിസ് നിസ്വ, അപ്പോൾ 50 ഭാര്യമാരുണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും 11 ഭാര്യമാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ദിവസവും ഇങ്ങനെ 11 ഭാര്യമാരുടെ അടുത്ത് പോകുന്ന ഒരു കാമഭ്രാന്തനായിരുന്നു നബി എന്നാണ് ഈ ഹദീസ് പറയുന്നത്, ബുഖാരി പറയുന്നത്, ഞാൻ പറയുന്നതല്ല. പക്ഷേ അത് കാമഭ്രാന്തനാണെന്ന് പറയാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു പ്രത്യുൽപാദനപരമായിട്ട് കുട്ടികളുണ്ടാക്കാനോ കുടുംബപരമായിട്ട് കല്യാണം കഴിച്ചതല്ല. കാരണം ഇവർക്കാർക്കും കുട്ടികളില്ല എന്നുള്ളതും വേറൊരു സംഭവമാണ്. അതിന് പുറമെ അടിമകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഖുർആനിലുണ്ട്, ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നബി ഒരു കാമഭ്രാന്തനാണെന്നും 11 ഭാര്യമാരുടെ അടുത്ത ദിവസം ഇത് തന്നെയാണ് ഇത് ഒരു പരിപാടിയായിട്ട് കൊണ്ട് നടക്കുന്ന, ഒരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നുവെന്നും ബുഖാരി തന്നെ പറയുന്നുണ്ട്. ഇത് നിഷേധിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ് പറയുന്നത്, മൃത്തതാവെന്നാണ് പറയുന്നത്. ബുഖാരിയാണിത്. പിന്നെ വേറൊരു ഹദീസ്, താൽക്കാലിക വിവാഹം. ഷിയാക്കളിൽ നിന്നും താൽക്കാലിക വിവാഹം നടത്താറുണ്ട്. അത് 2 ദിവസത്തിനൊക്കെ ഡ്രസ്സ് കൊടുത്തിട്ട് വിവാഹം നടത്തുന്ന ഒരു പരിപാടിയാണ് താൽക്കാലിക വിവാഹം. ഷിയാക്കൾ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇന്നും അത് നടക്കുന്നുണ്ട്. ഉമറാണ് അത് നിരോധിച്ചത് എന്നാണ് പറയുന്നത്. ഉമറിനെ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരിന്നും ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മുത്തുക എന്നാണ് ഈ താൽക്കാലിക കല്യാണത്തിന് പറയുന്നത്. ഇത് നബി പലപ്പോഴും അനുവദിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലും 34-15 ഹദീസിൽ പറയുന്നു, ഫഖാല നഅം ഇസ്തംതഅന അലാ അഹദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ. ഉമറിൻ്റെയും അബൂബക്കറിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ റഖസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമ ഔതസൻ ഫിൽ മുതദ് സലാസ സുമ്മനഹ അൻഹ. 3 വട്ടം പ്രവാചകൻ മുത്ത അനുവദിച്ചിരുന്നു, പിന്നെ നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫിലെ ഭാര്യമാരോ അല്ലെങ്കിൽ ആരെങ്കിലും പട്ടാളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം ഇടവേളയൊക്കെ വന്നു കഴിഞ്ഞാൽ പരസ്പരം താൽക്കാലിക കല്യാണം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് ഈ പറയുന്നതെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കുമല്ലോ. ഇനി വേറൊരു ഹദീസ് നോക്കാം. ബാബു ജവാദുൽ വത്തുൽ മസ്ബിയത്ത് ബാദൽ ഇസ്തിബ്രാ. യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നതിൽ തെറ്റുണ്ടോ? അതായത് അവർ ഗർഭിണി അല്ലെങ്കിൽ വൈൻകാനൽ ഹാ സൗജുൻ, അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം ഇല്ലാതാവുകയും അവർ ഈ പിടിച്ചെടുത്ത ആൾക്കാരുടെ അടിമകളാകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അത് അനുവദനീയമാണോ? ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഗർഭിണി അല്ലെങ്കിലും നമുക്ക് യുദ്ധത്തിലൂടെ കിട്ടുന്ന സ്ത്രീകൾ അനുവദനീയമാണോ എന്നുള്ളൊരു ബാബിലാണ് ഈ ഹദീസ് വിവരിക്കുന്നത്. ഹദസ്സന അൻ സാലിഹ് സയ്യിദുൽ ഖുദ്രി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഹുനൈനിൻ ബാദ ജയ്സൻ ഇല ഔതസ്. ഹുനൈൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഔതസിലോട്ട് സൈന്യത്തെ അയക്കുകയും ഫക്കാല അതുവൻ ഫക്കാത്തുലഹം അല്ലാഹു അലൈഹിം, അങ്ങനെ അവരെ കൊല്ലുകയും വസാബുലഹം സബായ, അങ്ങനെ അവരെ അടിമകളാക്കുകയും ചെയ്തു. ഫക്കാൻ നാസ് മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹറബു മിൻ ഇഷ്യാഹിന്ന മിൻ അജ്ലി അസ്വാജിഹിന്ന മിനൽ മുശ്രിക്കീൻ. അങ്ങനെ ഈ സഹാബാക്കളിൽ ഇവർ പറയുന്ന അക്കാലഘട്ടത്തിൽ ആചാരം എന്ന് ഇവർ നാഴികക്ക് 40 വട്ടം ഈ മുസ്ലിം ന്യായീകരണ തൊഴിലാളികൾ പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവ് ജീവിച്ചിരിക്കെ, മുശ്രിക്കുകളായ ഭർത്താവ് ജീവിച്ചിരിക്കെ അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അവർ ഇരിക്കെ അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈംഗികമായിട്ട് ഭോഗിക്കുന്നതിൽ അന്നത്തെ പ്രാകൃതരായ 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയുള്ള സഹാബാക്കൾക്ക് പോലും മടിയായിരുന്നു. അവർ അറച്ചുപോയി, അവരത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചു പോയി. അപ്പോഴാണ് ആയത്തിറങ്ങുന്നു, ഫഅൻസലല്ലാഹു അസ്സ വജല്ല. അപ്പം ആയത്തിറങ്ങുകയാണ്, സർവ്വലോക രക്ഷിതാവായ പരമകാരുണികനായ റബ്ബ് എന്താണ് ആയത്തിറക്കുന്നത്? വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് യമീനുക്കും. ഭർതൃമതികളായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമല്ല, പക്ഷേ നിങ്ങൾ അടിമകളാക്കുകയാണെങ്കിൽ, നിങ്ങൾ യുദ്ധത്തിലൂടെ പിടിച്ചടക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവർ പലരും പറയാറുണ്ട്, യുദ്ധത്തിലൂടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 12 കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ തീർത്തും മാനവിക വിരുദ്ധമല്ലേ? ഒരു നാട് ആക്രമിച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിലും അവർ ജീവിച്ചിരിക്കുക, അവരുടെ മുന്നിലിട്ടിട്ട്, അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് തൻ്റെ ഭാര്യയെ മറ്റുള്ളവൻ കൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എത്രമാത്രം ക്രൂരമാണ്, എത്രമാത്രം പ്രാകൃതമാണ്, എത്രമാത്രം ക്രൂരമാണത്. ഇതൊരു ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കൊള്ളക്കാരൻ്റെ ചെയ്തികളല്ലേ ഇതൊക്കെ? അന്നത്തെ അറബികൾ പോലും അടിച്ചു നിന്നു. അപ്പോഴാണ് പരമകാരുണികനായ റബ്ബിൻ്റെ ആയത്തിറങ്ങുന്നത്, പോയിട്ട് മേഞ്ഞോന്ന്. വേറെ ഹദീസ് വായിക്കാം. ഇത് കിതാബുൽ ജിഹാദി വസൈർ എന്നുള്ള ഭാഗത്താണുള്ളത്. കതബ്ദില നാഫി അസലു ദുആഇ ഖബൽ കിതാൽ, യുദ്ധത്തിന് മുന്നേ അത് അറിയിച്ചിട്ടോ അല്ലെങ്കിൽ ക്ഷണിച്ചുകൊണ്ടോ, കാനദാലികബിൽ അവൽ ഇസ്ലാമിൻ്റെ ആദ്യ സമയത്തുണ്ടായിരുന്നു. വലാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനി മുസ്ലിക്ക്, അങ്ങനെ ബനി മുസ്ലിക്ക് ആക്രമിച്ചു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബനി മുസ്ലിക്ക് ആക്രമിച്ചിട്ടുണ്ട്. വഹും ഖാറൂൻ, അവർ അശ്രദ്ധരായിരുന്നു. വന്നാമഹം ദുസ്കാൽ അൽമാകം, കാലികളൊക്കെ മേയിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമിച്ചത്. ഫഖത്തലും മുഖാത്തിലും എതിർത്തവരെ കൊന്നു. സബിഹം, അവിടുത്തെ നിവാസികളെ, അവിടുത്തെ താമസക്കാരെ, ആ സ്ഥലത്ത് താമസിക്കുന്നവരെയൊക്കെ അടിമകളാക്കി. വസാബ യൗമൈദീൻ, ആ ദിവസത്തുമാണ് ജുവൈരിയെ അടിമകളാക്കിയത്. അപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബനു മുസ്ലിക്ക് ഗോത്രത്തെ ആക്രമിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് പ്രതിരോധത്തിനുള്ള യുദ്ധമാണെന്നാണ്. അറേബ്യ മുഴുവനും സൈന്യങ്ങളെ അയച്ചിട്ട് അവിടെ മുഴുവനും കൊള്ളയടിക്കുകയും അതിൻ്റെ 5-1 ഓഹരിയായിട്ട് പറ്റുകയും ചെയ്ത ഒരു കൊള്ളക്കാരനായിരുന്നു മുഹമ്മദ് നബി എന്നത് ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. അതേപോലെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാതെയും ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയിക്കാതെയും രാജ്യങ്ങളെ ആക്രമിക്കാം, അങ്ങനെ ഗോത്രങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് ഹദീസുകളോട് തെളിയുന്നത്. വേറെ ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ് ഹുക്മുൽ അസിൽ എന്നുള്ള ഭാഗത്ത് ഹദസ്സന ഹിബ്ൻ അയ്യൂബ് റിപ്പോർട്ട് അബൂ സയ്യിദ് അൽ ഖുദ്രി ഫസബൈന ഖറായിമുൽ അറബ്, മുസലക്ക് യുദ്ധത്തിൽ സുന്ദരികളായ കുലീനകളായ കുറച്ച് അറബ് സ്ത്രീകളെ ഞങ്ങൾക്ക് അടിമകളായിട്ട് കിട്ടി. ഫതാലത്ത് അലൈനൽ ഉസ്ബ, ഭാര്യമാരടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ലൈംഗിക വികാരം. യുദ്ധത്തിന് പോകുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഇത് യുദ്ധത്തിന് പോകുന്നത് ചിലപ്പോൾ 1 മാസത്തെ ഇടവേളൊക്കെ ഉണ്ടാവാം. അപ്പോഴേക്കും ഇവർക്ക് കാമമായ ലൈംഗികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുകയാണെന്നാണ് പറയുന്നത്, ഭാര്യമാരുടെ അടുത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത കിട്ടിയ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭനിരോധന മാർഗം സ്വീകരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നാട് ആക്രമിച്ചിട്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു നാട് ആക്രമിച്ചിട്ട് ആ നാട് മൊത്തം, ആ നാട്ടിലെ നിവാസികളെയും ആ നാടും വീതിച്ചെടുത്തിട്ട് അതിന് കിട്ടിയ സ്ത്രീകൾ, ഓഹരികളായിട്ട് കിട്ടിയ സ്ത്രീകളെ ഭോഗിക്കുമ്പോൾ കുട്ടികളുണ്ടാകാത്ത രീതിയിൽ ഭോഗിക്കുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ലാലൈക്കും അലാ തഫുൽ, അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്നാണ് നബി പറയുന്നത്. അതായത് അതിൽ ചെയ്യാതെ കുട്ടികൾ ഗർഭിണിയാക്കണമെന്ന്, ഗർഭിണിയാക്കാതിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവിടെ പറയുന്നത്. അല്ലാതെ നിങ്ങളങ്ങനെ ചെയ്യരുത് എന്നൊന്നുമല്ല. ഇതൊക്കെയാണ് പ്രാകൃതരായ മുഹമ്മദ് നബിയുടെ ഒരു കുഴപ്പം. ഇതേ സംഭവം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സുഡാപ്പിയോ ഒരു മുസ്ലിം ലീഗുകാരനോ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഗൂഢാലോചന ആരോപിച്ചിട്ട് നമ്മുടെ വീട് ആക്രമിക്കുകയും നമ്മുടെ വീടുകളിലെ സ്ത്രീകളെ, നമ്മുടെ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോവുകയും, ആരെങ്കിലും മതം മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാനും സിന്ദൂരം ഇടാനും താലിമാല കെട്ടാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിക്കുകയും അല്ലാത്തവരെ അടിമകളാക്കിയിട്ട് ഭോഗിക്കുകയും ചെയ്താൽ, മതം മാറുകയും ഒക്കെ ചെയ്താൽ നമ്മളത് അംഗീകരിക്കുമ്പോൾ നമ്മളെ അടിമകളാക്കി നമ്മുടെ വീടൊക്കെ അടിച്ചെടുത്തിട്ട് അവരവിടെ താമസമാക്കിയാൽ നമുക്കത് സമ്മതമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ നമുക്ക് സമ്മതമല്ലെങ്കിൽ മുഹമ്മദ് നബി ക്രൂരനാണ്, കൊള്ളക്കാരനാണ്, ഒരു ബലാത്സംഖ്യയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും.
ഈ ഹദീസുകൾ ബാബു ഹുക്കുമുൽ അസിൽ എന്നുള്ള ഭാഗത്ത് കിതാബുൻ നിക്കാഹിലെ ബാബു ഹുക്കുമുൽ അസിൽ എന്നുള്ള ഇതിൽ 1, 2, 3 ഒരുപാട് ഹദീസുകൾ ഇതിലുണ്ട്. പിന്നെ ഒരുപാട് ഹദീസുകൾ. അതുമാത്രമല്ല ഇത് മുസ്ലിമാണ്, ബുഖാരിയിലും ഒരുപാട് ഭാഗത്ത് ഈ ഹദീസുകളുണ്ട്. അപ്പോൾ ഇത് മുത്തഫഖുൻ അലൈഹി മാത്രമല്ല, ഒരുപാട് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത, തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഹദീസാണ്. ഈ ഹദീസൊക്കെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ഹദീസ് നോക്കാം. ഇത് കിതാബുൽ ഗസ്വ എന്നുള്ളൊരു ഭാഗമാണ്. നബിയുടെ യുദ്ധങ്ങൾ എന്നുള്ള ഭാഗത്ത് പറയുന്നത് ബാബു ഹദീസിൻ അൽദീർ മഹ്റജ് എന്ന് പറയുന്നുള്ള ഭാഗത്താണ്. അങ്ങനെ എതിർത്തവരെയൊക്കെ എന്ത് ചെയ്തു? നബി എന്ത് ചെയ്തു? കൊന്നു. ഫഖത്തിലെ റിജാലഹും വഖസമ നിസാഉഹും, സ്ത്രീകളെ വിധിച്ചു. വൗലാദുഹും, മക്കളെയും വിധിച്ചു. വഅംവാലുഹും, അവരുടെ സ്വത്തുക്കൾ. ബൈനൽ മുസ്ലിമീൻ, ഒരു നാട് ആക്രമിച്ചിട്ട് എതിർത്തവരെയൊക്കെ കൊന്ന് ആ നാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും തൻ്റെ അനുയായികൾക്കിടയിൽ വീതിച്ചെടുത്ത ഒരു കൊള്ളക്കാരനായിരുന്നു നബി എന്നാണ് ഈ ഹദീസ് പറയുന്നത്. എൻ്റെ നാട്ടിൽ ആരെങ്കിലും 2 പേർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാട് മൊത്തം ആക്രമിച്ചിട്ട് ആ നാട്ടുകാരെ മൊത്തം അവരുടെ വീടുകളൊക്കെ കൊള്ളയടിക്കുകയും അവർ കുട്ടികളെന്ത് തെറ്റാണ് ചെയ്തത്, സ്ത്രീകളെന്ത് തെറ്റാണ് ചെയ്തത്, ഒരു നാട്ടിൽ താമസിച്ചതാണോ സ്ത്രീകൾ ചെയ്ത തെറ്റ്? അത് മാത്രമല്ല, എല്ലാ ഭാഗത്തും ലഹിക്കുബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാമനഹും വസ്ലമു, മുസ്ലിമായവരെ സംരക്ഷിച്ചു. ഇത് നിർബന്ധിത മതപരിവർത്തനമല്ലേ? ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ ചെയ്ത് തെറ്റില്ലാണ്ടാവുമോ? ഇതെന്താണ്? ഇത് ഒരു മതതീവ്രവാദിയുടെ, ഒരു കൊള്ളക്കാരൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ കാണിച്ചത്. ഒരു നാടാക്രമിക്കുക, മുസ്ലിമാവെന്ന് പറയുക, മുസ്ലിമാവാത്തവരെയൊക്കെ കൊല്ലുക, അവരുടെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ അടിമകളാക്കുക, സ്വത്തുക്കൾ വീതിച്ചെടുക്കുക. ഈ മദീനയിൽ ഈ സ്വത്തുക്കളൊക്കെ നബി മരിക്കുന്ന സമയത്ത് നബിയുടെ പേരിലായിരുന്നു. നബിയുടെ പേരിൽ ഈ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അത് ചോദിക്കാൻ ഫാത്തിമ ചെന്നപ്പോൾ അബൂബക്കർ കൊടുക്കാതിരിക്കുകയും ഫാത്തിമ സംസാരിക്കാതെ മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം, ദേഷ്യപ്പെട്ട് മരണപ്പെടുകയും ചെയ്ത സംഭവം ഞാൻ പറയുന്നുണ്ട്, ഹദീസുകൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നബി കൊള്ളക്കാരനാണെന്നുള്ള ഒരു വാദം ഈ ഹദീസ് അംഗീകരിക്കുന്നു. ബുഖാരിയിലെ കിതാബു മഗാസി എന്നുള്ള ഭാഗത്തിൽ ഈ ഹദീസ് നബിയുടെ ഈ വൃത്തികേടുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ഹദീസ് നോക്കാം. ഇത് സഹീഹ് മുസ്ലിമാണ്. ബാബു ജവാസ് ഖത്ലിനി സാഹിബ് സുബൈൻ ഫിൽ ബയാത്മിന് ഗൈരി തമദ്ദുദ്, കുട്ടികളെയും സ്ത്രീകളെയും ബ്രൈഡ് ചെയ്ത് കൊല്ലുമ്പോൾ ബോധപൂർവമല്ലാതെ കൊന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ബാബാണിത്. സൂലൻ നിസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദരാരി മിനൽ മുശ്രിക്കീൻ ഉബയ്യുന ഫയുസീബൂന മിൻ നിസാഹിം, അങ്ങനെ വീട് കയറി റൈഡ് ചെയ്യുകയും എന്നിട്ട് കൊല്ലുകയും ചെയ്യുമ്പോൾ അബദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളും കൊല്ലപ്പെട്ടാൽ അത് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫക്കാല ഹും മിൻഹും, അവരവരിൽ പെട്ടവരിൽ എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അത് മുശ്രിക്കുകളല്ലേ, അതിനെന്താ കുഴപ്പം എന്നാണ് നബി ചോദിക്കുന്നത്. ഇതേ നബിയെ പറ്റിയിട്ടാണ് ഇവർ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ചിലപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് അവർ ലൈംഗികമായിട്ട് കാലാകാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി ചിലർ കൊന്നാൽ തന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിട്ടു, കാരണം അവരോട് വലിയ മനുഷ്യത്വമൊന്നുമില്ല. ഇനി ജീവനോടെ പിടിച്ചാൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കാമല്ലോ, അടിമകളാക്കാമല്ലോ, പിന്നെ ഫ്രീ ആയിട്ട് ജോലിയും ചെയ്യിപ്പിക്കാം, എല്ലാം ചെയ്യും. ഈ കുട്ടികളൊക്കെ നമ്മളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഇവരോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. കുട്ടികൾ ഒരു മനുഷ്യത്വമുള്ള, വിവരമുള്ള, സംസ്കാരമുള്ള ഒരു ജനതയും കുട്ടികളെ ശിക്ഷിക്കാറില്ല. അവർ വീട്ടിൽ താമസിച്ചാൽ അതിനിപ്പോൾ എന്താ തെറ്റ്? ഏതെങ്കിലും ഒരുത്തന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കയറിയിട്ട് ഭാര്യയും കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് പച്ചവർഗീയവാദിയുടെയും കൊള്ളക്കാരൻ്റെയും ഒക്കെ നടപടികളാണ്. അത് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു മനുഷ്യ സ്നേഹിക്കോ ഒരു ഭരണാധികാരിക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ലത് അതൊന്നും. ഉഹുദ് യുദ്ധം, നമ്മളൊക്കെ ഉഹുദ് യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അത് കേട്ടത് എന്താണ്? മുസ്ലിങ്ങൾ ഗനീമത്ത് മുതൽ കണ്ടിട്ട് ആ കുന്നിൻ മുകളിൽ നിന്നും ഇറങ്ങി വരികയും പിന്നീട് ശത്രുക്കൾ രണാങ്കുളം കീഴടക്കുകയും 70 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷെ എന്ത് ഗനീമത്ത് മുതൽ കണ്ടിട്ടാണ് അവർ ഇറങ്ങി ഓടിയത്, കുന്നിൻ മുകളിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന് നമ്മളോട് മുസ്ലിയാക്കന്മാർ പറഞ്ഞു തന്നിട്ടില്ല.
ഞാനത് വായിക്കാം. ഇത് ബുഖാരിയാണ്. കിതാബുൽ മഗാസി, പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾ എന്നുള്ള ഭാഗത്തിലാണ് ഇതുള്ളത്. ഫലമാ റക്കിന ഹർബ് ഹത്താറായിത്തുന്ന ശേസ്ത്രദിന് ഫി ജബലി റഫായന സൂഖിഹിന്ന കൊതബദത്ത് ഖലാലിഹിന്ന ഖലാഖിൽഹുന്ന. അങ്ങനെ പരാജയം മണത്തപ്പോൾ മുശ്രിക്കുകളായ സ്ത്രീകൾ മലമുകളിലേക്ക് കയറുമ്പോൾ അവർ വസ്ത്രം പൊക്കിയപ്പോൾ അവരുടെ കാലുകൾ കണ്ടപ്പോൾ ഫഹദു യഖൂലൂന ഗനീമ ഗനീമ ഗനീമ, യുദ്ധം മുതൽ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുന്നിൻ മുകളിൽ നിന്നും ഇറങ്ങി ഓടി അവരുടെ പിന്നാലെ ഓടിയപ്പോഴാണ് മറുവശത്തു കൂടി ശത്രുക്കൾ മുശ്രിക്കുകൾ വരികയും രണാങ്കളം കീഴടക്കുകയും 70 മുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്തത്. എന്നിട്ട് അബൂ സുഫിയാൻ ഇങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നു. അബൂ ഖുഹാഫയെ വിളിക്കുന്നു. അബൂ ഖുഹാഫ എന്ന് പറഞ്ഞാൽ അബൂബക്കറാണ്. അബൂബക്കറിൻ്റെ ഒരു പേരാണ്. അറബികളൊക്കെ ഡയറക്റ്റ് പേര് വിളിക്കില്ല, അവരുടെ മക്കളുടെ വാപ്പ എന്നൊക്കെ അബൂ എന്ന് പറഞ്ഞ വാപ്പ എന്നാണ്. ആ ഒരു ബഹുമാനത്തിലാണ് വിളിക്കുക. അബൂ ഖാസിം എന്നായിരിക്കും നബിയെ വിളിച്ചിട്ടുണ്ടാവുക. അത് അറബികളുടെ ഒരു രീതിയാണ്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് അപ്പോൾ അബൂ സുഫിയാൻ അവരെ വിളിക്കുന്നതെന്ന് അതിലൂടെ നമുക്ക് വ്യക്തമാകും. ഒരു രണാങ്കളത്തിലാണ് അത് വിളിക്കുന്നത്. എന്നിട്ട് അവരോട് ആരും ആൻസർ ചെയ്യുന്നില്ല. അവസാനം ഉമ്മറെങ്ങാണ്ടോ ആൻസർ ചെയ്യുന്നതാണ് തോന്നുന്നത്, ഉത്തരം കൊടുക്കുന്നു. അങ്ങനെ അവസാനം അബൂ സുഫിയാൻ പറയുന്നു, ബദറിൽ 70 പേരെ കൊന്നു, അതിന് തിരിച്ചടിയായിട്ട് 70 പേരെ കൊന്നിട്ടുണ്ട്. അതുമാത്രമല്ല വേറൊന്ന് പറയുന്നത് വല്ല ഹർബ് സിജാൽ. അങ്ങനെ യുദ്ധം എന്ന് പറയുന്നത് ഒരു വിജയമോ പരാജയമുള്ള ഒരു അനിശ്ചിതാവസ്ഥയാണ്. അതിൽ വേറൊരു ഹദീസുകളിലൊക്കെ ഉണ്ട്, അത് ശരിക്കും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഏറ്റവും ഇന്നും പരിഗണിക്കേണ്ട ഇന്നും പ്രസക്തമായ വാക്കുകൾ ആണ് അബൂ സുഫിയാൻ പറയുന്നത്. അവിടെ യുദ്ധമാർക്കും വിജയമൊന്നും പരാജയമല്ല ഇവിടെ നൽകുന്നത്. അവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വിജയം അവകാശപ്പെടാൻ അബൂ സുഫിയാൻ അവിടെ തയ്യാറല്ല. മാത്രമല്ല മുസ്ലിങ്ങളെ അടിമയാക്കിയിട്ടില്ല, മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അടിച്ചെടുത്തിട്ടില്ല. ഫാത്തിമയെ ഇവർ പറയുന്നു യുദ്ധം അക്കാലഘട്ടത്തിലെ യുദ്ധനീതിയാണ്. ഉഹുദിൽ തോറ്റ മുസ്ലിങ്ങൾ അടിമയാക്കിയോ അവരെ ഒന്നും ചെയ്തില്ല. കാരണം ഇന്ന് മുസ്ലിങ്ങൾ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ അബൂ സുഫിയാൻ്റെ ഗോത്രക്കാരാണ്, അവരുടെ കുടുംബക്കാരാണ് ഒക്കെയാണ്. എന്നിട്ട് ഇവരെ ദ്രോഹിക്കുകയോ യുദ്ധം ചെയ്തു. ബദറിൽ അവർ അത് സ്വത്തുക്കൾ അവർ വ്യാപാരം ചെയ്യുന്ന സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് വന്ന ആളുകളെ തടയാനാണ് ബദറിലോട്ട് മുശ്രിക്കുകൾ വന്നത്. അവിടെ നിന്ന് അവർ പരാജയപ്പെട്ടു. അതിനുള്ള പകരം വീട്ടിലെന്നുള്ള രീതിയിലാണ് ഉഹുദ് നടക്കുന്നതും. അങ്ങനെ ബദറിൽ കൊല്ലപ്പെട്ട 70 പേർക്ക് പകരമായിട്ട് 70 പേരെ കൊല്ലുന്നതും. എന്നിട്ട് അബൂ സുഫിയാൻ പറയുന്നുണ്ട്, അതായത് അമ്രുബിഹിം ചില ശരീരങ്ങൾ, ഹംസയുടെ ശരീരങ്ങളൊക്കെ വികൃതമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു യുദ്ധനായകൻ എന്ന നിലയിൽ എനിക്കതിൽ ഖേദമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്ത ഹദീസ്, ഫസ്തബഹൽ ഹംറു യൗമ ഉഹുദിൻ നാസ് സുമ്മ ഖുതുലു ശുഹദാ. ഉഹുദിൻ്റെ നടക്കുന്ന പകൽ, അതിൻ്റെ സുബ്ഹി രാവിലെ സമയത്ത് കുറച്ച് പേർ മദ്യപിക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു, ശുഹദാക്കളാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉഹുദിൽ കൊല്ലപ്പെട്ട നമ്മൾ പറയുന്ന ശുഹദാക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന പുണ്യവൽക്കരിക്കുന്ന മനുഷ്യർ കള്ള് കുടിച്ച് കൊല്ലപ്പെട്ടവരാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇതൊന്നും നമ്മളോട് ആര് പറഞ്ഞിട്ടില്ല? ഇവർ ചരിത്രം പറയുന്ന ആളുകൾ ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി. ഇത് എന്തുകൊണ്ടാണ് വെട്ടിമാറ്റുന്നത്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരോട് ഒരു സ്നേഹമോ ഒരു മമതയോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇതൊക്കെ നമ്മളിന്ന് മറച്ചു വെച്ചത്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉഹുദിൻ്റെ രണാങ്കളത്തിലുണ്ടായിരുന്നത് കാമഭ്രാന്തന്മാരായ കള്ളുകുടിയന്മാരായ ഒരു കൂട്ടം തെമ്മാടികളാണ്. ആ തെമ്മാടികളെയാണ് നമ്മൾ സഹാബാക്കളെന്ന് പറഞ്ഞിട്ടും ഉഹുദീങ്ങളെന്ന് പറഞ്ഞിട്ടും ബദ്രീങ്ങളെന്ന് പറഞ്ഞിട്ടും ഒക്കെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി കിതാബ് റള എന്നുള്ള മുലകുടി എന്നുള്ള കിതാബിൽ ബാബു റിളാത്തുൽ കബീർ, മുതിർന്നവർക്ക് മുല കൊടുക്കുന്ന ബാബ് ഉള്ള ഒരു ഹദീസ് വായിക്കാം. ഇത് 7 ഹദീസ് ഒരേപോലെയുള്ള ഹദീസുകളാണ്. അതിൽ ഒരെണ്ണം വായിക്കാം.
സഹല ബിൻത്ത് സുഹൈൽ എന്നുള്ള ഒരു സ്ത്രീ വരികയും നബിയുടെ അടുത്ത് വരികയും യാ റസൂൽ ഇന്നി അറാഫി വജീഹ അബി ഹുദൈഫ ദുഖൂലി സാലിമഹു അലിഫു, അങ്ങനെ സാലിം എന്നുള്ള ദത്തുപുത്രൻ വീട്ടിലോട്ട് വരുമ്പോൾ അബൂ ഹുദൈഫയുടെ മുഖത്ത് ഒരു അനിഷ്ടം പ്രകടമാകുന്നുണ്ട് എന്ന് പറഞ്ഞു. തൻ്റെ വളർത്തുപുത്രനായ സെയ്ദിൻ്റെ മുൻഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്തിറങ്ങുന്നുണ്ട്. ദത്തുപുത്രന്മാർ നമ്മുടെ കുട്ടികളല്ല, അത് അവരും നമുക്ക് അന്യരാണ്, അവരെയും കല്യാണം കഴിക്കാമെന്നുള്ളൊരു രീതിയിൽ മഹറമല്ല എന്നുള്ളൊരു ഒരു നിഷിദ്ധമല്ല, നമുക്കവരെയും കല്യാണം കഴിക്കാം എന്നുള്ളൊരു ആയത്ത് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുക. അതിനുശേഷം ഈ മുതിർന്ന ഒരു പുരുഷനായ യുദ്ധത്തിലൊക്കെ ഈ ഹദീസ് തന്നെ പറയുന്നുണ്ട്, ബദ്രുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബദ്രുദ്ധത്തിലെ ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്തൊരു മുതിർന്ന ഒരു വളർത്തു മകൻ വീട്ടിലുണ്ടാവുമ്പോൾ വളർത്തച്ഛന് പ്രശ്നം. കാരണം തൻ്റെ ഭാര്യ ഈ വളർത്തു മകന് നിഷിദ്ധമാണല്ലോ നിയമപരമായിട്ട്, ഇസ്ലാമികപരമായിട്ട്. അപ്പോൾ അത് പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറയുകയും പ്രവാചകൻ പറഞ്ഞു അർലിഹി, അവന് മുലയൂട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ കൈഫ അർലി, അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു അതെങ്ങനെയാണ് ഞാൻ അവന് മുലയൂട്ടു? ഈ റജുലുൻ, അയാളൊരു പുരുഷനാണ്, അതുമാത്രമല്ല കബീർ, അയാൾ മുതിർന്ന പുരുഷനാണ്. വതവസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖദ അലിംതു അന്നഹു റജുലുൻ കബീർ വസാദ ഫി ഹദീസി വകാന ഷഹീദ ബദറൻ, അയാൾ ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്നു ഖദ അലിംതു അന്നഹു റജുലുൻ കബീർ, എനിക്കറിയാം അയാൾ മുതിർന്ന പുരുഷനാണെന്ന് എന്ന് പറയുന്നു. അടുത്ത ഹദീസിൽ കാണാം അർലിഹി തഹറുമി അലിഹി, അവന് മുലയൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് കാണാം, പിന്നെ നിനക്ക് അവൻ ഹറാമാകും എന്നാണ് പറയുന്നത്. മുതിർന്ന ഒരു പുരുഷന് മുലയൂട്ടുക എന്ന് എന്നിട്ട് അവർ പോയിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ മുഖത്തുള്ള അനിഷ്ടം മാറി എന്നാണ് പറയുന്നത്. ഇതൊക്കെ സുന്ദരമായ നിയമങ്ങളൊക്കെയാണ് ചിലർക്കൊക്കെ. ഓരോരോ അവസ്ഥകളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുതിർന്ന തൻ്റെ വളർത്തുപുത്രൻ മുതിർന്നൊരു വളർത്തുപുത്രൻ ഉണ്ടാകുകയും ആയത്തിറങ്ങുകയും ചെയ്യുമ്പോൾ തൻ്റെ കാമഭ്രാന്തിന് വേണ്ടിയിട്ട് ഒരു സമുദായത്തെ മൊത്തം പ്രശ്നത്തിലോട്ട് വലിച്ചിടുന്ന ഒരു പ്രവാചകൻ, തനിക്ക് ഇത് വലിയൊരു സാമൂഹിക പരിഷ്കരണമാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ നമുക്കവരെ വളർത്താൻ പറ്റുമെന്നൊന്നുമില്ല. ഏത് രക്തത്തിൽ കുഞ്ഞ് ജനിച്ചാലും അത് കുട്ടികളാണ്. ഒരു നമ്മുടെ ഒരു പാരൻറ്റിങ്, ഒരു രക്ഷകർത്തൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടുത്ത തലമുറയെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു കടമയാണ്. ഒരു മനുഷ്യ കുലത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അത് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അത് എൻ്റെ കുട്ടികൾ, എൻ്റെ ചോര, എൻ്റെ ഗോത്രം എന്നൊക്കെ പറയുന്നത് ഒരു പച്ച ഗോത്രീയത തന്നെയാണ്. അതിനക്ക് ആക്കം പകരാനും തൻ്റെ കാമ വികാരങ്ങൾ ശമിപ്പിക്കാനും വേണ്ടിയിട്ട് തൻ്റെ വളർത്തുപുത്രൻ്റെ മുൻ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയത്തിറക്കുക. അതിൻ്റെ പേരിലൊരു ഒരുപാട് സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുക. എന്നിട്ട് അവരുടെ മുതിർന്ന പുരുഷന്മാരോട് മുലയൂട്ടാൻ പറയുക. സ്വന്തം ഉമ്മയെ പോലെ കാണുന്ന ഒരാൾ ഒരു മുതിർന്ന ഒരു യുവാവിനോട്, യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരു മുതിർന്ന യുവാവിനോട് മുലയൂട്ടാൻ പറയുക. എന്നിട്ട് അതിനുശേഷം അവരുടെ ഭർത്താവിൻ്റെ മുഖത്ത് അനിഷ്ടം മാറുക. ഇതൊക്കെ എന്തുതരം സംസ്കാരമാണെന്ന് എനിക്ക് അറിയുന്നില്ല. പൊതുവെ ആത്മഹത്യ ഇസ്ലാമിൽ പാപമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. നമുക്ക് വേറെ ഹദീസ് നോക്കാം. ഇത് കിതാബ് തഅ്ബീറാണ്. ഇതിൽ പറയുന്നു വറക്ക മരിച്ചു. വറക്ക എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. അങ്ങനെ വറക്ക മരിക്കുകയും വഹി നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് മിർഊസി ഷവായിക്ക്, അങ്ങനെ പ്രവാചകൻ മലയുടെ മണ്ടയിൽ കയറുകയും ഫകുലമൗഫാബിദർവത് ജബലിക്കായി യുൽക്കെ മിൻഹു നഫ്സത് അബദ്ദാലി ജബലിൽ, അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു, ജബലിൽ ഒന്ന് തടയുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു പ്രവാചകൻ ആണ് മുഹമ്മദ് നബി. എന്നിട്ടാണ് മറ്റുള്ളവരോട് ആത്മഹത്യ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ആദ്യം സ്വന്തമായിട്ടൊരു മാനസിക ശക്തിയൊക്കെ വേണ്ടേ? ഇതൊരു
ക്രിസ്ത്യൻ പുരോഹിതൻ മരിച്ചാൽ വഹി നിൽക്കുന്നു എന്നും പറയുമ്പോഴൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. എന്തായാലും ആത്മഹത്യക്ക് ശ്രമിച്ചു, അങ്ങനെയുള്ളൊരു നബിയാണ് മറ്റുള്ളവരുടെ ആത്മഹത്യ ചെയ്തത്, ആത്മഹത്യ വലിയ പാപമാണ് എന്നൊക്കെ പറയുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു വിരോധാഭാസം. മറ്റൊരു ഹദീസ് നോക്കാം. ബാബു ഫലായിൽ ബിൻതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഫാത്തിമയുടെ ശ്രേഷ്ഠത പറയുന്ന ഭാഗമാണ്. മുസ്ലിമാണ്. 1072 ഹദീസാണ്, പേജാണ്. 63 ഹദീസാണ്. ഹദസ്ന തുടങ്ങുന്നത് അനി സുഹരി അഖ്ബർനി അലീബിന് പറഞ്ഞിട്ട് അഖ്ബറഹു അൻ അലിയബിൻ അബി താലിബ് ഖത്തബ ബിൻ അബി ജഹൽ. അബി ജഹലിൻ്റെ മകളെ അലി കല്യാണം ആലോചിച്ചപ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് വഹാദ അലിയുൻ അൻ ആക്കിയത് അബി ജഹൽ. എന്നിട്ട് അമ്മാബാദ് ഫൈനി അങ്ങനെ അബി ആസിന് ഹാദസിന് വസദക്കന് ഇന്നി ഫാത്തിമത്ത് ബിൻത്ത് മുഹമ്മദിൻ മുളത്തും മിന്നി. അങ്ങനെ നബി പറഞ്ഞു, തീർച്ചയായിട്ടും ഫാത്തിമ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ഫാത്തിമയുടെ ദീൻ അല്ലെങ്കിൽ ഫാത്തിമയെ വിഷമിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ തജ്തമി ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻത് അദുവ്വില്ല ഇന്ന റജുലൻ വാഹിദൻ അബദാ. ഒരാളുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരാളിൽ അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകളും ഒന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹം നബി എതിർക്കുന്നത്. കാരണം ഫാത്തിമക്ക് തൻ്റെ ഭർത്താവ് വേറെ കെട്ടുന്നത് പ്രശ്നമാണെന്നാണ് പറയുന്നത്. കാരണം ഫാത്തിമയായാലും നബിയായാലും എല്ലാവരും സ്വാർത്ഥരാണ്. നമുക്കെന്തും ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ പ്രവാചകന്. അങ്ങനെ ഫാത്തറക്ക് അലിയൻ, അങ്ങനെ അലി എന്ത് ചെയ്തു, ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഫാത്തിമയ്ക്ക് ശേഷം അലി ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ഹദീസ് പറയുന്നത് എന്താ, നബിക്ക് എന്തുമാവാം, നബിക്ക് എത്രയും കല്യാണം കഴിക്കാം, പക്ഷെ തൻ്റെ അളിയനും തൻ്റെ മകളുടെ ഭർത്താവും വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നമ്മളുടെ എല്ലാം ഇരട്ടത്താപ്പ് മുഹമ്മദ് നബിക്കുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യമാർക്കും അവരെ മുഹമ്മദ് നബിയെ ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിൽ പരസ്പരം മടിയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ബുഖാരി വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് നബിക്ക് എനിക്കെന്തു ആവാം, എൻ്റെ മകളുടെ ഭർത്താവ് വേറെ കെട്ടാൻ പാടില്ല, അതിൻ്റെ മകൾക്ക് വിഷമം ഉണ്ടാക്കും, മകളുടെ ദീനിന് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു. പിന്നെ രണ്ടാമത് പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ മകളെന്നാണ്. സഫിയ കല്യാണം കഴിക്കുമ്പോൾ സഫിയ ഹുയീൻ്റെ മകളല്ലേ, ഹുയ ശത്രുവല്ലേ, ജുവൈരിയുടെ വാപ്പ ശത്രുവല്ലേ. ഇനി അതും പോട്ടെ, വാപ്പ ശത്രു ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? മകൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ വാപ്പൻ്റെ അച്ഛൻ്റെ പേരിൽ എന്തിനാണ് മകളെ ദ്രോഹിക്കേണ്ട കാര്യം? പിതാവിൻ്റെ പേരിൽ എന്തിനാണ് മകളെ ദ്രോഹിക്കേണ്ട കാര്യം? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തും ആവാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല. നമുക്ക് 11 കല്യാണം കഴിക്കാം, പക്ഷെ നമ്മുടെ ഭാര്യമാർക്ക് പറ്റില്ല, നമ്മുടെ അളിയന്മാർക്ക് പറ്റില്ല, നമ്മുടെ മരുമക്കൾക്ക് പറ്റില്ല, അതായത് മകളുടെ ഭർത്താവിന് പറ്റില്ല എന്നുള്ള ചിന്താഗതി മുഹമ്മദ് ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനെ, നമ്മളെ പോലത്തെ ഒരു മനുഷ്യനായിരുന്നു, ഇരട്ടത്താപ്പുകാരനായിരുന്നു മുഹമ്മദ് നബി എന്ന് ഈ ഹദീസിലൂടെ നമ്മൾക്ക് വ്യക്തമാണ്. മുസ്ലിങ്ങൾ പൊതുവെ പറയാറുള്ളത് അന്യദൈവങ്ങളെ തെറിവിളിക്കരുത്, അവരെ അപമാനിക്കരുത്, മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെയാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആളാണ് അബൂബക്കർ. മുഹമ്മദ് നബി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അബൂബക്കറാണ്. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളും പിന്നെ ആദ്യത്തെ ഖലീഫയും ഒക്കെയാണ്, നബി ഭാര്യയുടെ പിതാവും ഒക്കെയാണ് അബൂബക്കർ. ഇത് സഹീഹുൽ ബുഖാരിയാണ്. ബാബു ഷുറൂത്ത് ഫി ജിഹാദി വൽ മുസാഹലത്തി എന്ന് പറയുന്ന ബാബിലാണ്. 430 പേജിലാണ് ഇതുള്ളത്. ഫഖാല ലഹു അബൂബക്കർ അസ്ദീഖ് ഇംസുസ് ബിബല്ലറില്ലാത്ത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സാഹചര്യമൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ സിദ്ദീഖ് പറയുന്ന ഒരു കാര്യം ഇംസുസ് ബിബല്ലറില്ലാത്ത്, ഇതിപ്പോൾ ഞാൻ എങ്ങനെ പറയും എന്നുള്ളതാണ്. ഇത് ബീപ്പടിക്കേണ്ടി വരും പറയാൻ. ലാത്ത എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ ദൈവമാണ്. ആ ദൈവം ദേവിയാണ്, അല്ലെങ്കിൽ പെണ്ണാണ് ആ ദൈവം. ഈ ഉംസുസ് എന്ന് പറഞ്ഞാൽ ഈ ഊമ്പുക, നമ്മൾ ഉറിഞ്ചി കുടിക്കുക
എന്നുള്ളതാണ് ഉംസുസ് എന്ന് പറയുന്നത്. ഈ ബലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗശിനിക എന്നൊക്കെ പറയും. ബഗശിനിക എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ ആൾക്കാർക്കത് മനസ്സിലാവുമെന്നറിയില്ല. സ്ത്രീ ശരീരത്തിലെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിലെ ജനനേന്ദ്രിയത്തിലെ ഒരു അവയവം, ഒരു ഭാഗമാണ് ഈ ബഗശിനിക എന്നൊക്കെ പറയും. ഇത് ക്ലിറ്റ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക. മലയാളത്തിൽ എനിക്ക് പറയാൻ വയ്യാഞ്ഞിട്ടല്ല. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാംസ്കാരിക വിരുദ്ധതയാണെന്നൊക്കെ പറയാറുണ്ട്. ബഗശിനിക്കാന്ന് സംസ്കൃതമായിരിക്കും തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അത് പോയിട്ട് ചപ്പുക എന്നൊക്കെ പറയും. ഇതിനെന്തോ ഒരു മലയാള വാക്കുണ്ട്, അത് ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ എത്രമാത്രം ഒരു അന്യദൈവത്തിൻ്റെ പ്രൈവറ്റ് പാർട്ട്, ഗുഹ്യസ്ഥാനം പോയിട്ട് സ്വകാര്യ ഭാഗം പോയിട്ട് നുണയൂ എന്നൊക്കെ പറയുന്ന ഒരു അത്രമാത്രം തെറി, അതും വിളിക്കുന്നത് അബൂബക്കറാണ്. നബിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ശത്രുക്കളുടെ അല്ലെങ്കിൽ അന്യമത ദൈവങ്ങളുടെ ഇതിനെ വളരെ വൃത്തികെട്ട രീതിയിൽ ക ഉ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ തറകളായിരുന്നു ഈ നബിയും സിദ്ദീഖും എന്നുള്ളത് ഈ കാര്യത്തിൽ ഇത് വായിച്ചതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വേറൊരു ഹദീസ് നോക്കാം. 3967 ഹദസ്ന മുഹമ്മദ് ബിൻ റാഫി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഹദീസ്. ഉമർ ബിൻ ഖത്താബ്, ഉമർ ഖത്താബ് പറയുകയാണ്, അജൽ യഹൂദ് വന്നസാർ പിന്നെ അർദുൽ ഹിജാസ് എന്നുള്ള അറേബ്യൻ ഭാഗത്തു നിന്നും ജൂതന്മാരെയും, അറേബ്യയിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞങ്ങൾ അട്ടിപ്പായിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറ അലൽ ഖൈബർ അൻ അറാദ ഇഖ്റാജു അൽ യഹൂദ മിൻഹ. ഖൈബർ കീഴടക്കിയപ്പോൾ തന്നെ പ്രവാചകൻ ഇങ്ങനെയുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നു. വക്കാനത്തിൽ അർളു ഹീന ലുഹിറ അലൈഹ അൽ റസൂലിൽ മുസ്ലിമീൻ. അങ്ങനെ ഖൈബർ മുസ്ലിങ്ങളുടെ അധീനതയിലാകുകയും ചെയ്തു. ഫറാദ ഇഖ്റാജു അൽ യഹൂദ മിൻഹ. അങ്ങനെ അവിടെ ക്രിസ്ത്യാനികളെ പുറത്താക്കാൻ ഉദ്ദേശിച്ചു. ഫസാലത്തിൽ യഹൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജൂതന്മാർ ചോദിച്ചു അയ്യുക്കിറ ബിഹ, അവിടെ കൃഷി ചെയ്യാൻ, നിസ്ഫു സമർ, അങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള കരാർ വ്യവസ്ഥയിൽ, അതായത് അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ ആക്രമിച്ചിട്ട് അവരുടെ ഭൂമികളൊക്കെ കീഴടക്കി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളിവിടെ കൃഷി ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് കൃഷി ചെയ്ത് ജീവിച്ചു, പക്ഷേ പകുതി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോവുമായിരുന്നു. ഉക്കിർബിഅലദാലിക് മാഷീന ഫക്കർ അജ്ലാല ഉമറില്ല തൈമ വാരിയ. പക്ഷേ ഉമർ എന്ത് ചെയ്തു, അവരെ തൈമാവിലും അരിയാഹ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നാട് കടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിഷ്ണുത മതമാണ്. അന്യമതക്കാരെയൊക്കെ ഉമർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാണ്. പ്രവാചകൻ അത് ഉദ്ദേശിച്ചിരുന്നത്, പ്രവാചകൻ്റെ ഉദ്ദേശം നടപ്പിലാക്കിയ ആളാണ് ഉമർ എന്നാണ് പറയുന്നത്. പ്രവാചകൻ ഇതുവരെ നാടാക്രമിച്ചു. ജൂതന്മാരോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പാവങ്ങൾ അങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തു, അവരവിടെ നിന്നും പിടിച്ച് പുറത്താക്കി എന്നാണ് പറയുന്നത്. ഇതേ ഹദീസ് ബുഖാരിയിലുണ്ട്. അജ്ലൽ യഹൂദ വന്നസാറ മിൻ അർളിൽ ഹിജാസ് വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അല്ലാഹു ഖൈബർ ഹാജിമ മാഷിന. ഇത് അതന്നെ നേരത്തെ ഇതിപ്പോൾ മുത്തഫഖുൻ അലൈഹി ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ആയതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ, ഈ വർഗീയത ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ആധികാരികമായിട്ടാണ് ഈ വർഗീയത, ഈ വംശീയത ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഹിറ്റ്ലറിനേക്കാളും ഒക്കെ വലിയൊരു വംശീയനായ ഒരു മനുഷ്യനെയാണ് ബുഖാരി നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. നബി മരിക്കുമ്പോൾ പാവപ്പെട്ടവനായിരുന്നുവെന്നും ഒട്ടകത്തിൻ്റെ പണയം വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കരയുന്നതൊക്കെ കാണാം. ശരിക്കും അങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ബുഖാരിയിലെ ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഈ മതപ്രസംഗ തൊഴിലാളികൾ നമ്മളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുഖാരി വായിച്ചാൽ മനസ്സിലാകും. നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെക്കാളും എത്രയോ ഉയർന്ന തലത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഇത്രമാത്രം ഉന്നതരായ ആരിഫീങ്ങളായ നമുക്കൊരിക്കലും അനുകരിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മളെപ്പോലെ
വെറും മനുഷ്യരായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രാകൃതരായിട്ട് സ്വത്തിനു വേണ്ടി പോരടിക്കുകയും തമ്മിൽ തെറ്റുകയും തല്ലുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നബി മരിച്ചു കഴിഞ്ഞപ്പോൾ നബിയുടെ സ്വത്തുക്കൾ, നബിക്ക് ഖൈബറിൽ സ്വത്തുക്കളുണ്ടായിരുന്നു, ഫതക്കിൽ സ്വത്തുക്കളുണ്ടായിരുന്നു, മദീനയിൽ സ്വത്തുക്കളുണ്ടായിരുന്നു. ഇതൊന്നും നബി മദീനയിൽ ജോലി ചെയ്തതായിട്ടൊന്നും അറിവില്ല, നമുക്ക് ബിസിനസ് ചെയ്തതായിട്ടും അറിവില്ല. അപ്പം നബിക്ക് ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? അത് ജൂതന്മാരുടെ സ്വത്തുക്കൾ അവരെ ആട്ടിയോടിച്ചുകൊണ്ട് അവരുടെ ഭാര്യമാരെയും അവരുടെ നാടും വീടും പറമ്പും ഒക്കെയും കൈക്കലാക്കിയിട്ട് അതിൻ്റെ അഞ്ചിലൊന്ന് കിട്ടിയതാണ് നബിക്ക് ഈ സ്വത്തായിട്ട് പറയപ്പെടുന്നത്, കിട്ടിയ സ്വത്തായിട്ട് പറയപ്പെടുന്നത്. ഇത് സഹീഹുൽ ബുഖാരിയാണ്. 13 ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മ അഫാ അല്ലാഹു അലൈഹി ബിൽ മദീന ഫദഖുമാ ബക്കിയ മിൻ ഖുമുസ് ഖൈബർ. മിമ്മ അഫാ അള്ളാഹു ഫൈ ആയിട്ട് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്ത സ്വത്തുക്കൾ. അതായത് നബി തന്നെയാണല്ലോ നബിക്കാണല്ലോ ആയത്തിറങ്ങുന്നത്. അപ്പോൾ അള്ളാഹു നബിക്ക് കൊടുക്കണമെന്ന് പറയുന്നു. എന്തായാലും മുസ്ലിങ്ങൾ പറയുന്നതിന് അള്ളാഹു നബിക്ക് കൊടുത്തുണ്ട്, ഞാൻ പറയുന്നത് കൊള്ളയടിച്ചു എന്നാണ്. അങ്ങനെ കൊള്ളയടിച്ച സ്വത്തുക്കൾ മദീനയിലെയും ഫതക്കിലെയും ഖൈബറിലെയും സ്വത്തുക്കൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ അബൂബക്കറിൻ്റെ അടുത്ത് ചെന്നു. ഫക്കാൽ അബൂബക്കർ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ ലൂനർസു മാ തറക്ന സദഖ. പ്രവാചകന്മാരുടെ സ്വത്തുക്കൾ ഒരിക്കലും അനന്തരാവകാശം കൊടുക്കാറില്ല. അത് സദഖയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഫാത്തിമ അബൂബക്കർ ഫീ ദാലിക ഫജർതു ഫലം തുക്കല്ലിം ഹത്താ തുവഫിയത്. അങ്ങനെ ദേഷ്യപ്പെട്ട് അബൂബക്കറിൻ്റെ അടുത്ത് പോവുകയും മരിക്കുന്നത് വരെ അബൂബക്കറിനോട് സംസാരിക്കുകയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെയൊക്കെ ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ രാജാത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ഫാത്തിമയെ പുകഴ്ത്തി പറയുന്നത് കാണാം. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് തെറ്റി നിൽക്കരുത് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ, മദ്രസയിലൊക്കെ പഠിപ്പിക്കില്ല. പക്ഷേ നമ്മുടെ മുസ്ലിം മുഅ്മിനീങ്ങളുടെ നേതാവിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ നേതാവായിട്ട് കരുതുന്ന ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. മരിക്കുന്നത് വരെ, സ്വത്തിൻ്റെ പേരിൽ മരിക്കുന്നത് വരെ ആ ഖലീഫയുടെ അംഗീകരിച്ചിട്ട് പോലുമില്ല അബൂബക്കറിനെ. വാഷത്ത് ബാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസിത്തത്തെ അശ്ർ. അങ്ങനെ 6 മാസം ജീവിച്ചിരുന്നു. ഫലമ്മ ദുഫിയത് ദഫനഹ സൗജഹ അലിയൻ ലൈലൻ. അങ്ങനെ ഫാത്തിമ മരിക്കുമ്പോൾ രാത്രിയിൽ തന്നെ എന്ത് ചെയ്തു? മറമാടി. വലം യുദൻ ബിഹ അബൂബക്കറിനെ അറിയിച്ചിട്ടില്ല. അബൂബക്കറിനെയും ഉമറിനെയും ഒന്നും ഖലീഫന്മാരെയും ഒന്നും അറിയിക്കാതെ രാത്രി തന്നെ ഫാത്തിമയെ അലി എന്ത് ചെയ്തു? മറവ് ചെയ്തു. അപ്പോൾ ഷിയാക്കളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഫാത്തിമയെ വെട്ടിക്കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് സുന്നികൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സുന്നികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ സുന്നികൾ അംഗീകരിക്കുന്ന ബുഖാരിയിൽ പറയുന്നത് ഒരു പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും 1-ാം ഖലീഫയുമായ അബൂബക്കർ ഭരിക്കുമ്പോൾ, അബൂബക്കറിൻ്റെ ഭരണം നടക്കുമ്പോൾ പ്രവാചകൻ്റെ മകൾ, നമ്മളൊക്കെ കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിങ്ങളൊക്കെ കണ്ണുനീരൊഴുക്കുന്ന മകൾ മരിച്ചിട്ട് സ്വന്തം ഭർത്താവ് അബൂബക്കറിനോട് ഒരു വിവരം പോലും പറയാതെ രാത്രിക്ക് രാത്രി മറവ് ചെയ്തു എന്നാണ് പറയുന്നത്. വസല്ല അലിഹ, അലി തന്നെ നിസ്കരിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് രാത്രി തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. വെക്കാൻ അലി അൽമിനാസ് ഹയാത്ത് ഫാത്തിമ ഫലമാത് വഫീസങ്കറാല അബുജുഹന്നാസ്. അങ്ങനെ അലിക്ക് ഫാത്തിമ ഉണ്ടായിരിക്കുമ്പോൾ കിട്ടുന്ന വിലയും നിലയൊന്നും ഫാത്തിമ മരിച്ചപ്പോൾ അലിക്ക് കിട്ടാതായപ്പോൾ അബൂബക്കറിനോട് പോയിട്ട് രമ്യതയിലെത്തിയെന്നാണ് ബാക്കി പറയുന്നത്. ഇത് വേറൊരു ഹദീസ്. ഇത് ബുഖാരിയിലെ വേറൊരു ഹദീസാണ്. കിതാബ് ഫർദുൽ ഹുമുസ് എന്നുള്ള ഭാഗത്ത് ഉള്ള ഒരു ഹദീസ്. ലാനുർസ് മാത്രക്ന സദഖ ഫഗലീബത്ത് ഫാത്തിമ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജർതുഹു അബൂബക്കർ. അങ്ങനെ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു. ഇവിടെ 2 കാര്യം വ്യക്തമാണ്. ഒന്ന്, നമ്മൾ പറയുന്ന ഇതൊന്നും ഈ സഹാബാക്കൾക്കോ അബൂബക്കറിനോ ഫാത്തിമക്കോ ഇല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി മരിക്കുമ്പോൾ ഒരുപാട് കൊള്ളസ്വത്തുക്കളുടെ ഉടമയായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നബി ദരിദ്രനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണുനീർ പൊഴിക്കുന്ന ആളുകൾ ആ മനുഷ്യന്മാരെ വഞ്ചിക്കുകയാണ്. അതുമാത്രമല്ല, അറേബ്യ മൊത്തം കൊള്ളയടിച്ച്, ഞാൻ നേരത്തെ ഇതിന് കഴിഞ്ഞിട്ടോ പറയും,
അപ്പോൾ ഇത്രമാത്രം സ്വത്തുക്കളുടെ പ്രവാചകന് പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ക്ഷാമം വരുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര വലിയ പണക്കാരനായാലും ഒരു ഈ മെയ് മാസത്തിലൊക്കെ വെള്ളത്തിൻ്റെ ക്ഷാമം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ നബിക്ക് സാമ്പത്തികമായിട്ട് നബി വളരെ സമ്പന്നനായിരുന്നു. കാരണം നബി വലിയൊരു കൊള്ളക്കാരനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനി മറ്റൊരു ഹദീസ് നോക്കാം. ബാബു സമറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യന മുഹാരിബീൻ ബാബലം യസ്കു മുർത്തദ്ദൂന മുഹാരിബൂന ഹത്താ മാത്തു. മുർത്തദുകളെയും ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്നവരെയും ശിക്ഷിക്കേണ്ട രീതിയാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നു, മദീനയിൽ കുറച്ച് പേര് വരികയും അങ്ങനെ അവർക്ക് അസുഖം ബാധിക്കുകയും നബി എന്ത് പറഞ്ഞു, ആ അസുഖത്തിന് പ്രതിവിധിയായിട്ട് ഒട്ടകത്തിൻ്റെ മൂത്രവും ഫശരിബു മിൻ അൽബാനിഹ അബുവാലിഹ ഹത്താ സഹു, അങ്ങനെ പാലും മൂത്രവും കുടിക്കാൻ പറഞ്ഞു. വക്കത്തുറായി, അങ്ങനെ അവർ സുഖം പ്രാപിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ ഇടയനെ കൊന്നു, വസ്താക്കു, പിന്നെ ഇവരെ പിന്തുടർന്ന് പിടിക്കുകയും ഇവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. കൈകാലുകൾ വെട്ടി, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, പാറയിൽ ഉണക്കാനിട്ടു. എന്നിട്ട് അവരെ നാവൊക്കെ പുറത്ത് വന്നിട്ടാണ് അവർ മരിക്കുന്നത്. ദാഹിച്ച് വലഞ്ഞ് നാവൊക്കെ പുറത്ത് വന്ന് മണ്ണ് തിന്നിട്ടാണ് അവർ മരണപ്പെടുന്നത്. അതായത് കയ്യും കാലും വെട്ടി കണ്ണ് ചൂഴ്ന്നെടുത്ത് പാറയിലിട്ട് കൊന്നു എന്നാണ് പറയുന്നത് ഇവരെ. ഇതെന്തിനുള്ള ശിക്ഷയാണെന്ന് അറിയാമോ? വഖത്തുലു ഹാരിബുല്ലാഹു റസൂലഹു, കൊലക്കും വകഫറു ബാദ ഈമാനിഹിം, മുർത്തദ്ദും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാം വിട്ടുകഴിഞ്ഞാൽ വഹാരിബുല്ലാഹു റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും എതിരെ യുദ്ധം ചെയ്ത് എന്നുള്ള ഒരു കുറ്റം. പിന്നെ രണ്ടാമത്തെ കുറ്റം കൊലപാതകം. മൂന്നാമത്തെ കുറ്റം ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കുറ്റം. ഒരാൾ ഓക്കെ, കൊലപാതകത്തിന് പകരമായിട്ട് അയാളെ കൊന്നാൽ മതി, തലവെട്ടുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക എന്നുള്ളൊരു ശിക്ഷയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത്രയും ക്രൂരമായിട്ടും ഭീകരമായിട്ടും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു പരിപാടി ഒരു കൊള്ളക്കാരൻ്റെ ഒരു സ്വഭാവമാണ്. അത്രയും ഭീകരമായിട്ട് കൊല്ലപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പാഠമാകുകയും അങ്ങനെ ആരും അതിന് മുതിരാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടോടെ ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സംഭവം. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ISIS ഒക്കെ പാഠം ഉൾക്കൊണ്ടുണ്ടാവുക. കൈകാലുകൾ വെട്ടി കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പാറയിൽ ഉണക്കാനിട്ട് കൊല്ലുന്നത്ര ക്രൂരത. ഇതൊക്കെ ഒരു കൊള്ളക്കാരൻ്റെ സ്വഭാവങ്ങളാണ്. ഇതൊന്നും ഒരു ഭരണാധികാരിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സുലൈമാൻ നബി ഒരു രാത്രി തൻ്റെ ഭാര്യമാരുടെ അടുത്ത് പോവുകയും അവരിലേക്ക് പടയാളികളെ ജനിപ്പിക്കുകയും എന്ന് ശപഥം ചെയ്തു. എന്നിട്ട് ആ ശപഥം ചെയ്തത് കാരണം അതിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തത് കാരണം ആർക്കും കുട്ടി ജനിച്ചില്ല. അതിൽ ഒരാൾക്ക് കുട്ടി ജനിച്ചു, അത് ഒരു പകുതി ആണായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാത്രി 99 സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയ ഒരാൾ, ഭയങ്കര സംഭവമാണിത്. ഇതൊക്കെ ഇതൊരു കാമഭ്രാന്ത് പഠിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ വല്ല അമാനുഷികത പഠിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. 799 പേജ്. പിന്നെ ഇതിൽ 2 വോള്യം ഉണ്ടെങ്കിലും പേജൊക്കെ ഇങ്ങനെ ആദ്യത്തിൽ 500 പേജാണ്, ബാക്കി പേജ് ഇതിൽ രണ്ടാമത്തെ വോള്യത്തിൽ വരിക. ബാബു കൗലി റജുലുൽ അദൂഫൻ ലൈല അല നിസായി അബി ഹുറൈറ ഖാല സുലൈമാൻ ഇബ്നു അലൈഹിസ്സലാം ഗുലംബ്രത്തിൻ ഗുലാമൻ യുഖാതിലു ഫീ സബീലില്ലാഹ്, യുദ്ധത്തിനയക്കും ഈ സ്ത്രീകൾ ജനിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ പടയാളികളാക്കുന്ന പറഞ്ഞു. ഫക്കാലൽ മലക്കു കുൽ ഇൻഷാ അല്ലാഹ് ഫലം യകുൽ വനസിയ, മലക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു, പക്ഷേ പറഞ്ഞില്ല. ഫതാഹ ബിഹിന്ന വലം തദ്മിൻഹുന്ന ഇല്ലം റഅദൻ നിസ്ഫ് ഇൻസാൻ വലോ കാല ഇൻഷാ അല്ലാഹ് ലം യഹ്നസ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിലുള്ള ഒരു കുഴപ്പമാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവിടെ ബദരീങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് റമദാൻ 17-നൊക്കെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. ബദരീങ്ങളിൽ പ്രധാനി ഹംസയൊക്കെയാണ്. അപ്പോൾ ഈ ഹംസ ചെയ്ത ഒരു പരിപാടിയെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് സഹീഹ് മുസ്ലിമാണ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. അത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, നിഷേധിച്ചിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾ ഇത് ചെയ്തല്ലോ, ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ
ഇതൊക്കെ തെറ്റാവുകയുള്ളൂ എന്നാണെങ്കിൽ ഓക്കെ, പറയാനൊന്നുമില്ല. പക്ഷെ ഖുർആൻ ഇറങ്ങുന്നത് ഇത് മദ്യം ഹറാമാക്കുന്നതിന് മുന്നേ ആണത്ര ഇത് നടന്നത്. അതുകൊണ്ടാണ് ഇവരത് ന്യായീകരിക്കുന്നത്. ഹദസ്ന ഇസ്ഹാഖ് അഖ്ബർ, ഇത് കിതാബുൽ അഷ്റബിയയിലാണുള്ളത്. 51-29 ഹദീസാണ്. അതിന് മിൻ ഹുമുസ് യൗമഇദിൻ ഫലം അറത്തനാവിദ ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അലിക്ക് ഈ ഹുമുസിൽ ഒന്ന് കിട്ടിയ ഏതൊരു വിധത്തിലും കിട്ടുന്നതിൻ്റെ 5-1 അള്ളാഹുവിൻ്റെ റസൂലുള്ളതാണ്. അതിലൊരു ഭാഗം ചിലപ്പോൾ അലിക്ക് കൊടുത്തിട്ടുണ്ടാവാം, നബി അലിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ അലി എന്ത് ചെയ്ത് ആ ഒട്ടകത്തെ ഒരു അൻസാരി വീടിൻ്റെ സൈഡിൽ കെട്ടിയിട്ട് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒട്ടകത്തിന് ആകെ വെട്ടിക്കൊന്നിട്ട് കയറിലൊക്കെ പുറത്തിട്ടിട്ട് ആകെ ഒരു കോലത്തിലാക്കിയിട്ടിരിക്കുകയാണ്, ഒട്ടകത്തെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു അതിനകത്ത് ഹംസയും ആ കൂട്ടക്കാരും കൂടിയിട്ട് വെള്ളം അടിച്ച് ഫിറ്റായിട്ട് ഈ അൻസാരി സ്ത്രീകളുടെ, അടിമ സ്ത്രീകളുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. അതായത് ഒരു ഡാൻസ് ബാർ പോലെ ഇങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്ത് ആ അൻസാരി പെണ്ണ് പറഞ്ഞത്ര പോയിട്ട് പുറത്ത് നിൽക്കുന്ന ആ ഒട്ടകം ശരിയല്ല, അതിന് പോയി വെട്ടിയിട്ട് വന്ന് പറഞ്ഞത്രേ. അങ്ങനെ ആ കുടിച്ചിട്ട് മത്തായി നിൽക്കുന്ന ഹംസ പോയിട്ട് ഒട്ടകത്തെ വെട്ടിയിട്ട് ആകെ നാശമാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ അലി നേരെ പോയിട്ട് നബിയോട് കാര്യം പറഞ്ഞു. നബി വന്ന് ചോദിച്ചപ്പോൾ നബി അടിമുടി ഇങ്ങനെ നോക്കി ഹംസ. നോക്കിയിട്ട് പറഞ്ഞത്രേ, നീ ആര്? എൻ്റെ വാപ്പാൻ്റെ അടിമയെ നീ എന്നോട് ചോദിക്കാൻ ആര് എന്നൊക്കെ ചോദിച്ചു. കണ്ണൊക്കെ ചുവന്നിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഹംസൻ്റെ. അപ്പോൾ പിന്നെ നബി വിചാരിച്ചത് കുടിച്ച് പൂസായിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് പറഞ്ഞത്. ഈ സംഭവമുള്ളത് കിതാബുൽ അഷ്റബിയ 887 നമ്പറിൽ, പേജ് നമ്പറിലാണുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി മുസ്ലിങ്ങൾ പ്രതിരോധിക്കുന്നത് അന്ന് കള്ള് നിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാന്നൊക്കെ. പക്ഷേ അന്ന് കള്ള് നിരോധിച്ചാലും ഇല്ലെങ്കിലും ഒരായത്ത് ഇറങ്ങേണ്ടി വന്നു ഇച്ചങ്ങയ്യൊക്കെ നന്നാവാൻ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ ആൾ മരിക്കുന്നത് ഉഹുദ് യുദ്ധത്തിൽ വെച്ചിട്ടാണ്. ഉഹുദ് യുദ്ധത്തിൽ ഭയങ്കര മുസ്ലിങ്ങൾ ഇയാളുടെ പേരിലൊക്കെ ഒരുപാട് നാട്ടുകാരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇയാളുടെ ത്യാഗങ്ങളും ആ കരൽ പറിച്ചെടുത്തതും ഹിന്ദു കരൽ പറിച്ചെടുത്തതും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ തീർച്ചയായിട്ടും തെറ്റാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് വെള്ളമടിച്ച് ഫിറ്റായിരുന്നു എന്നാണ്, ഉഹുദിൽ മരിച്ച എല്ലാവരും വെള്ളമടിച്ച് ഫിറ്റായിരുന്നു എന്നാണ് വേറൊരു ഹദീസിൽ പറയുന്നത്. മരിക്കുമ്പോഴും വെള്ളമടിച്ച് ഫിറ്റായിരുന്ന ഒരു കള്ളുകൂടിയനെയാണ് ഇവർ ബദരീങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊക്കി നടക്കുന്നത് എന്നുള്ളതൊരു വിരോധാഭാസമാണത്. മുസ്ലിങ്ങൾ പൊതുവെ പറയാറുള്ളത് ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. അതിലേക്ക് ഏറ്റവും വലിയ രസം ഈ ഹദീസിൽ പറയാൻ പോകുന്നത് അലിയെയും ഖാലിദിനെയും യമനിലേക്ക് അയക്കുകയും അങ്ങനെ അവിടെ നിന്ന് യുദ്ധസ്വത്തുക്കൾ കിട്ടുകയും ഹുമുസ് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലുള്ളതാണ്. അങ്ങനെ ആ ഹുമുസിൽ നിന്ന് കിട്ടുന്ന ഒരു അടിമ സ്ത്രീയെ അലി ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അല്ലാതെ ഇപ്പോൾ ഒരാൾ അടിമയാൻ സമ്മതിക്കില്ലല്ലോ. അക്കാലഘട്ടത്തിൽ അതിനുള്ള അവകാശങ്ങളൊന്നും പറയാൻ ആളോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ബലാത്സംഗമായിട്ട് അറിയപ്പെടുന്നില്ല. കാരണം അന്ന് പെണ്ണിന് അവകാശമില്ല. ഇന്നത് ബലാത്സംഗമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതൊരു ബലാത്സംഗമായിട്ട് തന്നെ പറയും. അങ്ങനെ അലി ആ സ്ത്രീയെ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അത് ഹുമുസാണല്ലോ, അത് നബിക്കുള്ളതാണ്. അങ്ങനെ അത് അലി എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ ഇത് നേരെ പോയിട്ട് നബിയോട് പറയുകയും ചെയ്തു. അപ്പോൾ നബി പറഞ്ഞു അലിക്ക് ഹുമുസിൽ അതിനേക്കാളും കൂടുതൽ അവകാശം ഉള്ളതാണ്, അതുകൊണ്ട് അലിയോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ബാബു ബാസ അലിബിൻ അബി താലിബ് അലൈഹിസ്സലാമി ഖാലിബിൻ വലീദ് റളിയല്ലാഹു അൻഹുമു ഇലൽ യമൻ. ഇവിടെ അലിബിൻ അബി താലിബ് അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഹദീസ് വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതൊരു കൊള്ളക്കാരൻ്റെ ഒരു അനുയായി ചെയ്ത പ്രവർത്തികളാണ്. വേറൊരു നാട്ടിലേക്ക് കൊള്ളയടിക്കാൻ അയക്കുക, എന്നിട്ട് അവരെയൊക്കെ അടിമകളാക്കുക, അവരുടെ സ്വത്തുക്കൾ മൊത്തം അടിച്ച് മാറ്റുക, എന്നിട്ട് അത് മദീനയിലോട്ട് ഒട്ടകത്തിൽ കയറ്റിയിട്ട് കൊണ്ടുവരിക, വരുന്ന വഴിക്ക് വെച്ചിട്ട് അതിൽ കിട്ടിയ ഒരു അടിമ സ്ത്രീയെ ഭോഗിക്കുക, സ്വന്തമാക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്. ഇതൊക്കെയാണ് ഇസ്ലാം. എല്ലാവരും പൊതുവെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ആയിഷ. ഇത് സഹീഹുൽ ബുഖാരിയിലെ 673 പേജിലെ ഹദീസാണ്. 4691 ഹദീസ് നമ്പർ. അപ്പോൾ ഇതിൽ ഹദസൻ അബ്ദുള്ള എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഹദീസിൽ ഇങ്ങനെ പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ആയിഷ ഇലാ അബൂബക്കർ.
അങ്ങനെ അബൂബക്കറിനോട് ആയിഷയെ പറ്റിയിട്ട് കല്യാണം ആലോചിക്കുന്നു. അപ്പോൾ ഫക്കാല അബാബക്കർ പറയുന്നു, ഇന്നമാനാഹോക്ക, നമ്മൾ സഹോദരന്മാരല്ലേ, എൻ്റെ കുട്ടീനെ അങ്ങനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അന്ത ഒഹുയ് ഫിദ്ദീനില്ലാഹു വ കിതാബിഹി വഹിയലി ഹലൽ, അത് കിതാബിലും ദീനിലൊക്കെയാണ് നമ്മൾ സഹോദരന്മാർ, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ ആദ്യം അത് അനിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. രണ്ടാമത് 8-8-2 പറയുന്നു, ബാബ് തസ്വീജിൽ അബീബിനത്ത് മിനൽ ഇമാം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അബീഹൻ ആയിഷ പറയുകയാണ്. ഇത് മറ്റാരുമല്ല, ആയിഷ സ്വന്തം വാക്കുകളിൽ നിന്നും പറയുന്ന ഹദീസാണിത്. സ്വന്തം ആയിഷയുടെ ദൃക്സാക്ഷി ആയിഷയുടെ അനുഭവമാണ് ആയിഷ സ്വയം വിവരിക്കുന്നത്, രണ്ടാമത്തെ ആളുകളിൽ നിന്ന് വിവരിക്കുന്നതല്ല. ആയിഷ സ്വയം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ വഹിയ ബിൻതു 6 സിനീൻ, 6-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. വബനാ ബിഹാ വഹിയ ബിൻതു 9 സിനീൻ, 9-ാമത്തെ വയസ്സിൽ ഒന്നിച്ച് താമസിച്ചു. അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു 9-ാമത്തെ വയസ്സിൽ. കാല ഹിഷാം അമ്പിയുത്തു ഇന്ന ഹാക്കാനത്ത് ഇന്ദഹു 9 സിനീൻ, അങ്ങനെ അവർ 9 വർഷം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. നബി മരിക്കുമ്പോൾ 18 വയസ്സായിരുന്നു. നബിയുടെ മരണശേഷം നബിയുടെ ഭാര്യമാരാർക്കും കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് നബി പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയെ 6 വയസ്സുള്ള നമ്മുടെ ഒരു ചെറിയ കുട്ടി 6 വയസ്സാകുമ്പോൾ കല്യാണം കെട്ടിച്ച് അയക്കുക, അതും അതും പിതാവിന് ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ, എന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയണോ എന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് കൊറിയയിലായാലും അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠത്തിൻ്റെ അകത്തളത്തിലായാലും നമ്മുടെ ഏതൊരു നിത്യാനന്ദയൊക്കെ ഉണ്ടല്ലോ, ഒരു ക്രിമിനൽ, സ്വന്തം രാജ്യമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അയാളുടെ ആശ്രമങ്ങളിലൊക്കെ അയാൾ പറയുന്നത് വിജയിക്കുള്ളൂ. അയാളെ എതിർത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല. മുനാഫിക്ക് എന്ന് പറയും. പിന്നെ നബിയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോവുക എന്നുള്ളതിനർത്ഥം. ഫമം ബദ്ദല ദീനഹു ഫഖത്തലഹു എന്നുള്ള നബി വചനുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് ആരായാലും. അപ്പോൾ ഇതാണ് ആയിഷയുടെ കല്യാണത്തിൻ്റെ ഒരു സംഭവം. നമ്മുടെ ചേകന്നൂരിനെയൊക്കെ കൊന്നിട്ടുള്ളത് ഒരു രാത്രി കൂട്ടുകാരോ സൗഹൃദം നടിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അയാളെ കൊന്നിട്ടുണ്ടാവാം. എന്തായാലും അതുപോലൊരു സംഭവം നമ്മുടെ ഹദീസുകളിലുണ്ട്. ഇതും ബുഖാരിയിലുള്ള ഹദീസാണ്. 37-31 ബാബു ഖത്ല കഅബ് ബിൻ അഷ്റഫ് എന്നുള്ള ആളെ കൊല്ലുന്ന ഒരു ഹദീസാണിത്. ഇതൊരു ദീർഘമായ ഹദീസാണിത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി കഅബിന് അഷ്റഫിനെ കൊല്ലാൻ തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ചതിച്ചു കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അത് 2 പേരെ ഏറ്റെടുക്കുന്നു. അത് ഒന്ന് കഅബിൻ്റെ സഹോദര തുല്യനും സുഹൃത്തുമാണ്. അങ്ങനെ അവർ കഅബിൻ്റെ വീട്ടിൽ പോവുകയും പണയം വെക്കാൻ എന്നുള്ളൊരു ഇതിൽ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി തന്നെ കഅബിനെ വിളിച്ചിറക്കിയിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, നിങ്ങളെന്തിനാണ് ഇവരുടെ കൂടെ പോകുന്നത്? അപ്പോൾ പറയുന്നത്, അവരെൻ്റെ സഹോദരന്മാരല്ലേ, ഞാനെന്തിനാണ് അവരെ വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവരുടെ കൂടെ പോവുകയും ഒരാൾ തലയൊന്ന് വാസനിക്കാൻ തരും, നല്ല വാസനയിലെന്ന് ചോദിക്കുകയും അങ്ങനെ തല വാസനിക്കാൻ കൊടുക്കുകയും ആ സമയത്ത് കഴുത്തിലേക്ക് കത്തി വെച്ച് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ചതിച്ചു കൊല്ലുകയാണ് രാത്രി. ഇത് ബുഖാരിയിലുള്ളൊരു സംഭവമാണ്. ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ നേരിട്ട് കൊല്ലണം, അല്ലാതെ ചതിച്ചു കൊല്ലുകയല്ല വേണ്ടത്. ഇത് മദീനയിൽ അന്നൊക്കെ നബിക്ക് കൂടുതൽ സ്വാധീനം ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കൊന്നത്. ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു അധികാരമില്ലാത്തപ്പോൾ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ എല്ലാ രീതികളും മുഹമ്മദ് നബി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ട വിഷയം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒട്ടകത്തിൻ്റെ കുടൽമാല എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളൊക്കെ ഒരുപാട് പ്രഭാഷക തൊഴിലാളികൾ, മതപ്രസംഗ തൊഴിലാളികൾ ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരുപാട് പൈസകൾ തട്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട്. ശരിക്കും എന്താണ് സംഭവം എന്ന് മുസ്ലിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിലെ കിതാബ് സ്വലാത്ത്, ഇത് സഹീഹ് മുസ്ലിമിൽ മുത്തഫഖുൻ അലൈഹിയായിട്ട് വന്ന ഹദീസുകളാണ്. അപ്പോൾ അതിൽ പറയുന്ന കിതാബ് സ്വലാത്ത് ബാബുൽ മർഅത്ത് എന്ന് പറയുന്ന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ജമ്മു ഖുറൈശി മജാലിസും ഖായിൽ, അങ്ങനെ അവിടെ മക്ക നിസ്കരിക്കുകയും ഖുറൈശികൾ വന്നിട്ട് ഈ മാലിന്യങ്ങൾ നബിയുടെ
ചുമ്മാ നിക്ഷേപിക്കുകയും ചെയ്തു പുറത്ത്. അപ്പോൾ അത് ഫാത്തിമ എടുത്ത് മാറ്റി. അങ്ങനെ നബി എന്നിട്ട് നബി അവരോട് ക്ഷമിക്കല ചെയ്തു. നബി അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്ന് പറഞ്ഞിട്ട് ഇതിന് നീ പകരം വിട്ടണേ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഫലമാ ഖല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല അല്ലാഹുമ്മ അലൈക ബി അംരി ബിൻ ഹിഷാം വഉത്ബത ബിൻ റബീഅ ഷൈബത ബിൻ റബീഅ വലീദ് ഉത്ബത ബിൻ ഉമയ്യ ബിൻ ഖലീഫ മുഅയ്യിദ് ഉമാറത ബിൻ വലീദ് ലാറായിത്തും സറായുൽ ബദർ. അങ്ങനെ ഇവരൊക്കെയും കൊല്ലപ്പെട്ടതായിട്ട് ബദറിൻ്റെ രണാങ്കളത്തിൽ ഇവരൊക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ നബിയെ ഒട്ടകത്തിന് കുടൽമാലയിട്ടവരെയൊക്കെ കിണറ്റിലെറിഞ്ഞിട്ട് നബി പറയുകയാണ്, അള്ളാഹുവിൻ്റെ ശാപം നിങ്ങളുടെ മേൽ സത്യമായിരിക്കുന്നു, ഭവിച്ചിരിക്കുന്നു എന്ന് നബി പറയുകയാണ്. ഇതിലെവിടെയാണ് ക്ഷമ? ഇത് പകരം വീട്ടലല്ലേ, ഒരു പാമ്പിൻ്റെ പണിയല്ലേ ചെയ്യുന്നത്? ഒരു പ്രതികാരദാഹിയായ ഒരു കൊള്ളക്കാരനെയല്ലേ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്? ഇതൊക്കെയും എന്തിനാണ് മുസ്ലിങ്ങളോട് മറച്ചു വെക്കുന്നത്? എന്തിനാണ് മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.